വെൽക്കം ടു എഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്ന് നമ്മുടെ ഇ-കൊമേഴ്സിലെ ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 4 ഇ ഗവേണൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ഇ-കൊമേഴ്സിനെ കുറിച്ചിട്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു ഇ-കൊമേഴ്സ് എന്ന് പറയുമ്പോൾ? അതായത് നമ്മുടെ ഇലക്ട്രോണിക്സിൻ്റെയും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൻ്റെയും സഹായത്തോടു കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനെയാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇ ഗവേണൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിനു മുന്നേ ഇ ഗവേണൻസിന് മുന്നേ നമുക്ക് ഇ ഗവൺമെന്റ് എന്നുള്ള വേർഡിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം അല്ലെ? ഇ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇലക്ട്രോണിക് ഗവൺമെന്റ് എന്തായിരിക്കും? അതായത് യൂസിങ് ITC ടെക്നോളജീസ് ടു പ്രൊവൈഡ് പബ്ലിക് സർവീസസ് ഡിജിറ്റലി അല്ലേ? അതിൽ തന്നെയുണ്ട് എന്താണ്? അതായത് ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസുകൾ ഒന്നും കൂടി എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയും ഇന്റർനെറ്റിന്റെ ഒക്കെ സഹായത്തോടു കൂടിയിട്ട് ഗവൺമെന്റിന്റെ സർവീസസ് പബ്ലിക്കിന് ഡിജിറ്റലൈസ്ഡ് ആയിട്ട് കൊടുക്കുന്നതിനെയാണ് ഇ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ നമ്മുടെ പാസ്പോർട്ട്, റേഷൻ കാർഡ്, റെയിൽവേ ടിക്കറ്റ്, ഇതൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല അല്ലെ? നമുക്ക് ഇതിനൊക്കെ അതത് ഓഫീസുകളിൽ പോയിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യം ആയിരുന്നു അല്ലെ? ഇന്ന് അങ്ങനെയല്ല. നമുക്ക് ഗവൺമെന്റ് സർവീസസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ സർവീസസ് ആയിട്ടുള്ള ഇപ്പോൾ ഇലക്ട്രിസിറ്റി, വാട്ടർ ബില്ല്, ഇങ്ങനെയുള്ള പേയ്മെന്റുകളൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് അടക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ ഐഡന്റിറ്റി കാർഡുകൾ അല്ലെ? അതൊക്കെ എന്താണ്? ഡിജിറ്റലൈസ്ഡ് ആയിട്ട് രൂപപ്പെടുത്താൻ തുടങ്ങി. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇ ഗവൺമെന്റിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗവൺമെന്റ് അവരുടെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള ഇൻഫർമേഷനും അല്ലെങ്കിൽ അവരുടെ സർവീസസും പബ്ലിക്കിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്? ഡിജിറ്റലൈസ്ഡ് ആയിട്ടാണ് അല്ലെങ്കിൽ ഡിജിറ്റലി ആണ് അല്ലെ? അതായത് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെയും ഇന്റർനെറ്റിന്റെയും സഹായത്തോടു കൂടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഗവൺമെന്റിന്റെ സർവീസസും ഇൻഫർമേഷനും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഗവൺമെന്റ് എന്ത് യൂസ് ചെയ്യുന്നു? ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി അവരുടെ പ്രവർത്തനങ്ങളിൽ യൂസ് ചെയ്യുന്നതിനെയാണ് ഇ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇ ഗവേണൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഇ ഗവേണൻസ് അല്ലെ? അതായത് ഏകദേശം സെയിം തന്നെയാണ്. പക്ഷേ ഈ ഗവൺമെന്റിനേക്കാളും ഒന്നും കൂടിയും ഒരു ബ്രോഡർ കൺസെപ്റ്റ് ആണെന്ത്? ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. ഈ ഗവൺമെന്റ് ഈ ഗവേണൻസിന്റെ ഒരു പാർട്ടാണ്. ഓക്കെ, അതായത് ഇ ഗവേണൻസിൽ ഇ ഗവൺമെന്റ് മാത്രമല്ല ഉൾപ്പെടുന്നത്. അതായത് ഇപ്പോൾ ഇ ഗവൺമെന്റ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്ത്? പബ്ലിക് സർവീസസ് എന്ത് ചെയ്യുന്നു? സർക്കാരിന്റെ വെബ്സൈറ്റ് വഴിയും അതേപോലെ തന്നെ മൊബൈൽ ആപ്പുകൾ വഴിയും ഒക്കെ എന്ത് ചെയ്യുന്നു? ജനങ്ങളിലേക്ക് എത്തിക്കുക. അതായത് ഓൺലൈനായിട്ട് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെയും ഇന്റർനെറ്റിന്റെയും സഹായത്തോടു കൂടിയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനെയാണ് നമ്മൾ ഇ ഗവേണൻസ് എന്ന് ഇ ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു അല്ലെ? ഇപ്പൊ ഇ ഗവേണൻസ് എന്ന് പറയുമ്പോൾ എന്താ? അതിനേക്കാളും ഒന്നും കൂടി ഒരു ബ്രോഡർ കോൺസെപ്റ്റ് ആണ്. അതായത് ഇപ്പോൾ ഈ ഗവേണൻസിൽ വെറും സർക്കാരിന്റെ ആക്ടിവിറ്റീസുകൾ അല്ലെങ്കിൽ സർക്കാരിന്റെ സർവീസസുകൾ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമല്ല, വേറെന്തും കൂടെ ഉണ്ട്. that include e-government and focuses on using digital means to strengthen democracy and citizen participation. വേറെന്തും കൂടെ ഉണ്ട് ഇവിടെ. അതായത് ഈ ഡിജിറ്റൽ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ജനാധിപത്യത്തെ, ഡെമോക്രസിയെ ശക്തിപ്പെടുത്താനുള്ള കാര്യങ്ങൾ കൂടെ ചെയ്യാം. ഓക്കെ, അപ്പൊ അതെങ്ങനെയായിരിക്കും? അതായത് ഇപ്പോൾ ഈ ഗവേണൻസ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റും സിറ്റിസണും അതായത് സർക്കാരും പൗരനും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗവേണൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ സർവീസസുകൾ എന്ത് ചെയ്യുന്നു? ഡിജിറ്റൽ വഴി അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് മീഡിയ വഴി എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എന്ത് ചെയ്യുന്നു? അതായത് സർക്കാരിന്റെ വെബ്സൈറ്റ് വഴിയും അല്ലെങ്കിൽ മൊബൈൽ ആപ്പുകൾ വഴിയും സർക്കാരിൽ നിന്നുള്ള ഇൻഫർമേഷനും സർക്കാരിന്റെ സർവീസസ് ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനെയാണ് ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഈ ഗവേണൻസ് എന്ന് പറയുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ഒരു ബ്രോഡർ കോൺസെപ്റ്റ് ആണ്. അതായത് ഈ ഗവൺമെന്റും പ്ലസ്
ഒരു സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സർക്കാരിന്റെ ഡെമോക്രസിയെ, ഒരു ഗവൺമെന്റിന്റെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഈ ഗവേണൻസിൽ ഉൾപ്പെടുന്നു. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ജനാധിപത്യത്തെ ഇലക്ട്രോണിക് മീഡിയ വഴി ശക്തിപ്പെടുത്തുന്നത്? അതായത് ഡിജിറ്റൽ മാർഗങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് ഗവൺമെന്റും സിറ്റിസണും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗവേണൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഗവൺമെന്റും ഈ ഗവേണൻസും എന്ന് പറയുന്നത് ഈ രണ്ട് ടേമുകൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. അപ്പൊ ആ ഒരു ടേം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ഈ ഗവൺമെന്റ്, എന്താണ് ഈ ഗവേണൻസ്, അല്ലെ? ഈ ഗവേണൻസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തും കൂടെ ഉൾപ്പെടുന്നുണ്ട്, ഈ സിറ്റിസൺസിന്റെ പാർട്ടിസിപ്പേഷൻ, അല്ലെ? ഏതിലെ? അതായത് ഗവൺമെന്റിന്റെ ഭരണത്തിൽ, അതായത് ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ സിറ്റിസൺസിനെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. അങ്ങനെ ആവുമ്പോൾ എന്തായിരിക്കും? ഗവൺമെന്റിന്റെ ഭരണകാര്യങ്ങളൊന്നും കൂടിയും ട്രാൻസ്പെറന്റ് ആവും, ജനങ്ങളെ കൂടി അതിൽ ഉൾപ്പെടുത്തുകയാണ്, അല്ലെ? അപ്പോൾ അതായത് ഡിജിറ്റൽ മാർഗങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പൗരന്മാരെയും ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റും അതുപോലെ തന്നെ സിറ്റിസണും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഗവേണൻസ് വന്നത്. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം, ഈ വോട്ടിംഗ് ഒക്കെ, അല്ലെ? അതായത് ഓൺലൈൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ വോട്ട് ചെയ്യുമ്പോൾ എന്താണ്? വോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? ഒരു ജനം അല്ലെങ്കിൽ ഒരു സിറ്റിസൺ അല്ലെങ്കിൽ ഒരു പബ്ലിക് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റിന്റെ ആ ഒരു ഡെമോക്രസിയിൽ പങ്കാളികളാവുകയാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈൻ വഴി വോട്ട് ചെയ്യാം. നാട്ടിലില്ലാത്ത ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഓൺലൈൻ വഴി വോട്ടിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് ഇത് രണ്ടിന്റെയും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, അല്ലെ? ഈ ഗവേണൻസ് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ മാർഗങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് ജനാധിപത്യത്തെ, ദാറ്റ് മീൻസ് ഡെമോക്രസിയെ ശക്തിപ്പെടുത്തുക, സിറ്റിസൺ ആൻഡ് ഗവൺമെന്റ് ഇവ തമ്മിലുള്ള ഒരു ബന്ധം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ഒരു സിറ്റിസൺ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ അഭിപ്രായങ്ങൾ നമുക്ക് ഓൺലൈൻ ആയിട്ട് അറിയാനുള്ള സൗകര്യങ്ങൾ, ഈ വോട്ടിംഗ് തുടങ്ങിയവ. ഓക്കെ, ദെൻ അടുത്തത് നോക്കാം, മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ഈ ഗവേണൻസ് ആൻഡ് ഈ ഗവൺമെന്റ്. ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്താണ് ഈ ഗവൺമെന്റ്, എന്താണ് ഈ ഗവേണൻസ് എന്നുള്ളത്, ഇല്ലേ? അപ്പൊ അതിന്റെ ബേസ് ചെയ്തിൽ നമുക്ക് ഇതിന്റെ കുറച്ച് ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, ഇവിടെ ഒബ്ജക്റ്റീവ്, അല്ലെ? ഈ ഗവൺമെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഗവൺമെന്റ് ഫോക്കസസ് ഓൺ ഇംപ്രൂവിംഗ് ആൻഡ് ആക്സിലറേറ്റിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി, അല്ലെ? അതായത് ഗവൺമെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഗവൺമെന്റ് യൂസ് ചെയ്യുന്നത്? അതായത് ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് എന്തിനാണ് അവർ ശ്രമിക്കുന്നത്? അതായത് ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടിയൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ സർവീസ് ജനങ്ങളിലേക്ക് വേഗത്തിൽ എത്താനും എല്ലാവരിലേക്കും വേഗത്തിൽ എത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിലൂടെ അവരുടെ ഭരണകാര്യങ്ങൾ ഒന്നും കൂടി എഫിഷ്യന്റ് ആക്കാനും, അല്ലെ, ഒന്നും കൂടി കാര്യക്ഷമമാക്കാനും ഒക്കെയാണ് ഈ ഗവൺമെന്റ് എന്നുള്ളത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെ? അതായത് ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസുകൾ ഒന്നും കൂടി ഒരു എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഗവൺമെന്റ്, അല്ലെ? അതായത് ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജീസ് ഗവൺമെന്റ് ആക്ടിവിറ്റീസിൽ യൂസ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ ഈ ഗവേണൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഫോക്കസസ് ഓൺ ടു ഇൻക്രീസ് സിറ്റിസൺസ് ഇന്ററാക്ഷൻ, അല്ലെ? ഈ ഗവേണൻസ് എന്ന് പറയുമ്പോൾ ഈ ഗവൺമെന്റും ഉണ്ട്, പ്ലസ് എന്തും കൂടെ ഉണ്ട്? ഗവൺമെന്റും പൗരനും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗവേണൻസ് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് നോക്കൂ, ബെനഫിറ്റ്സ്. ഇപ്പൊ ഈ ഗവൺമെന്റ് ഉണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും ഗുണങ്ങൾ? ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് ഗവൺമെന്റ് സർവീസസുകൾ ഇന്ന് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഗവൺമെന്റിന്റെ സർവീസസുകൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെ? അതായത് ഫസ്റ്റത്തെ അതാണ് പറയുന്നത്, ഇംപ്രൂവിങ് സർവീസ് ഡെലിവറി. അതായത് ഒന്നാമത്തത് എന്താണ്? ഗവൺമെന്റ് സർവീസസുകൾ വേഗത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് ഈ ഗവൺമെന്റ് ഉണ്ടായതുകൊണ്ട്. അതേപോലെ തന്നെ നോക്കൂ, അടുത്തത് ഇൻക്രീസിങ് ഓപ്പറേഷണൽ എഫിഷ്യൻസി, അല്ലെ? അതായത് ഇപ്പോ
അതായത് ഇപ്പം എന്താണ് നമുക്ക് ഓപ്പറേഷണൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. എങ്ങനെയാണ്? അതായത് കോസ്റ്റും അതുപോലെ തന്നെ ടൈമും എഫേർട്ടൊക്കെ നമുക്ക് ഈ ഓൺലൈൻ വഴി ഇത്തരത്തിൽ അവരുടെ സർവീസസുകൾ പബ്ലിക്കിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ കോസ്റ്റും ടൈമും എഫേർട്ടൊക്കെ അവിടെ കുറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അവരുടെ പ്രവർത്തനങ്ങളിൽ എഫിഷ്യൻസി കൂടുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, ഇൻക്രീസിങ് ഔട്ട് റീച്ച് ഓഫ് പബ്ലിക് സർവീസ് അല്ലെ. അതായത് ഔട്ട് റീച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് ഗവൺമെന്റ് സർവീസസുകളുടെ ഒരു വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട് അല്ലെ. ദെൻ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഗവൺമെന്റ് ഉണ്ടായത് കൊണ്ടുള്ള ബെനഫിറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഈ ഗവേണൻസ് ഉണ്ടായത് കൊണ്ട് എന്തൊക്കെയാണ് നോക്കൂ. ഫസ്റ്റത്തത് ഇൻക്രീസിങ് മോഡ് ഓഫ് സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് പൗരനെയും ഗവൺമെന്റിന്റെ ഭരണത്തിൽ പങ്കാളികളാക്കുക, അതാണ് ഈ ഗവേണൻസിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തതോ, അടുത്തത് ഇംപ്രൂവിങ് പബ്ലിക് പോളിസി ഫോർമുലേഷൻ. ഇപ്പോൾ ഗവൺമെന്റിന് എന്തെങ്കിലും ഒരു പബ്ലിക് പോളിസി, ഒരു നയം എടുക്കണമെങ്കിൽ അല്ലെ, ഒരു പൊതു നയം രൂപീകരിക്കണമെങ്കിൽ അതിന് ജനങ്ങളുടെ പബ്ലിക്കിന്റെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പബ്ലിക് പോളിസി അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. ദെൻ അടുത്തത് നോക്കൂ, ദെൻ ലാസ്റ്റ് വൺ റീഡിഫൈനിങ് ഡെമോക്രസി അല്ലെ. അതായത് ജനാധിപത്യത്തെയും സമൂഹത്തെയും ഒന്ന് റീഡിഫൈൻ ചെയ്യാൻ ഈ ഒരു ഇ ഗവേണൻസ് കൊണ്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഓൺലൈൻ വഴി അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് സർവീസസുകൾ ജനങ്ങളിലേക്ക് ഈസി ആയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗവൺമെന്റിന്റെ പ്രധാന ലക്ഷ്യം. അതുവഴി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഒന്നും കൂടി എഫിഷ്യന്റ് ആക്കുക. ദെൻ ഇ ഗവേണൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഗവൺമെന്റിന്റെ ഒപ്പം തന്നെ, അതായത് ഗവൺമെന്റ് സർവീസസുകൾ ജനങ്ങളിലേക്ക് ഓൺലൈനായിട്ട് എത്തിക്കുന്നതിനോടൊപ്പം തന്നെ എന്തും കൂടെ ഉറപ്പുവരുത്തുന്നു, ഗവൺമെന്റിന്റെ ഡെമോക്രസിയിൽ പബ്ലിക്കിനെയും കൂടി ഉൾപ്പെടുത്തി ഗവൺമെന്റും സിറ്റിസണും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ അവിടെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതിനുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ടാണ് ഈ ഗവേണൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം അടുത്തൊരു ഭാഗം, ഡിഫറൻസ് ബിറ്റ്വീൻ ഇ കൊമേഴ്സ് ആൻഡ് ഇ ഗവേണൻസ്. നമുക്കറിയാം ഇ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞൊരു കാര്യമാണ് അല്ലേ. ഡിജിറ്റൽ ടെക്നോളജീസും അതുപോലെ തന്നെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആൻഡ് ഇന്റർനെറ്റിൻ്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസുകൾ ചെയ്യുന്നു അല്ലേ. അതായത് വാങ്ങലും വിൽപ്പനയും ഒക്കെ ഓൺലൈൻ ആയിട്ട് ചെയ്യുന്നതാണ് എന്ത് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നോക്കൂ, ഇതിൻ്റെ പ്രധാനപ്പെട്ട 2 ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്ന്. ഓക്കെ, ഫസ്റ്റത്തേതാണ് മോട്ടിവേഷൻ. ഓക്കെ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു ബിസിനസ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കുക അല്ലെ. എല്ലാ ബിസിനസ്സിൻ്റെയും പോലെ തന്നെ ഇ കൊമേഴ്സിൻ്റെയും മെയിൻ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, മേക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ട് തന്നെയായിരിക്കും ബിസിനസ് ഈ ഒരു ഇ കൊമേഴ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരിക്കുക അല്ലെ. അതേപോലെ തന്നെ മറ്റൊരു മോട്ടിവേഷൻ, അതായത് ഇ കൊമേഴ്സിലേക്ക് വരാനുള്ള മറ്റൊരു മോട്ടിവേഷനാണ് കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് സർവീസ് ഡെലിവറി അല്ലേ. അതായത് നമുക്കറിയാം, ഓൾറെഡി നമ്മൾ ഇ കൊമേഴ്സ് പഠിച്ചപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇ കൊമേഴ്സ് ബിസിനസ്സിൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ. അതായത് ഫിസിക്കലായിട്ട് ഒരു ഷോപ്പ് ഇട്ട് ഒരു ബിസിനസ് തുടങ്ങുന്നതിനേക്കാളും കൂടുതൽ കോസ്റ്റ് കുറവാണ് അല്ലേ. ഇ കൊമേഴ്സിൽ കോസ്റ്റ് കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ കോസ്റ്റ് റിഡക്ഷനും അതുപോലെ തന്നെ ഈസി ആയിട്ട് അവരുടെ സർവീസ് കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേഖല തിരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കുക. ദെൻ അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, ഓട്ടോമേഷൻ അല്ലേ. അതായത് ഈ ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു ബിസിനസ്സിൻ്റെ ഇന്റേണൽ ആക്ടിവിറ്റി, ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ഓട്ടോമേഷൻ ആക്കി മാറ്റുക അല്ലേ. അപ്പം നമുക്ക് ഹ്യൂമൻ എഫേർട്ടും ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് ഒക്കെ കുറച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ടെക്നോളജിയുടെ സഹായത്തോട് കൂടിയിട്ട് ബിസിനസ്സിലുള്ള ഇന്റേണൽ ആക്ടിവിറ്റീസുകളെയൊക്കെ ഓട്ടോമേറ്റഡ് ആക്കുക. അപ്പോൾ ഇത്രയും ഗുണങ്ങൾ മുന്നിൽ കൊണ്ടാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിലേക്ക് ബിസിനസ് വരുന്നത് അല്ലേ. ഇത്രയും മോട്ടിവേഷൻ ഉള്ളത് കൊണ്ടാണ് അല്ലേ. പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നു, കോസ്റ്റ് റിഡക്ഷൻ നടത്താൻ പറ്റും, ദെൻ അതുപോലെ തന്നെ ഇന്റേണൽ ആക്ടിവിറ്റീസിലൊക്കെ ഓട്ടോമേഷൻ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇ ഗവേണൻസിലോ നമുക്കറിയാം, ഇ ഗവേണൻസ് എന്ന് പറയുമ്പോൾ എന്താണ്,
അതായത് ഈ ഒരു ഡിജിറ്റൽ അതുപോലെ തന്നെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഈ സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള പബ്ലിക് സർവീസസുകളൊക്കെ ഓൺലൈനായിട്ട് വേഗത്തിൽ ഡെലിവറി ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗവേണൻസ് യൂസ് ചെയ്യുന്നത് അല്ലേ. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, ഈ ഒരു നമ്മുടെ ഈ പാർട്ടിസിപ്പേഷൻ അല്ലേ, അതായത് ജനങ്ങളുമായിട്ട് ഗവൺമെന്റിന്റെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ഗവേണൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടേം കൊണ്ടുവരുന്നത് അല്ലെ. അപ്പൊ നോക്കൂ, അതിന്റെ മെയിൻ മോട്ടീവ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, മാക്സിമൈസ് സോഷ്യൽ യൂട്ടിലിറ്റി അല്ലെ. അതായത് എന്താണ്, അതായത് സോഷ്യൽ യൂട്ടിലിറ്റിയുടെ മാക്സിമൈസേഷൻ. ഓക്കെ, അതായത് സോഷ്യൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് സർവീസസുകളൊക്കെ സൊസൈറ്റിക്ക് ഈസി ആയിട്ട് ഡെലിവറി ചെയ്തു കൊടുക്കുന്നു. ദെൻ അതോടൊപ്പം തന്നെ ക്രിയേറ്റ് ഈ പാർട്ടിസിപ്പേഷൻ, അതായത് സിറ്റിസണും ഗവൺമെന്റും തമ്മിലുള്ള ഒരു റിലേഷൻ അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുമാണ് ഈ ഗവേണൻസ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനോടൊപ്പം തന്നെ നമ്മൾ ഫിസിക്കലായിട്ട് ഇപ്പോൾ ഗവൺമെന്റ് സർവീസസുകളൊക്കെ സർക്കാർ ഓഫീസുകളിൽ പോയാലേ കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അതായത് എന്താണ്, അത് പബ്ലിക്കിനും അതെന്താണ് വെരി കോസ്റ്റ്ലി ആയിരിക്കും അല്ലേ. സർക്കാർ ഓഫീസുകളിൽ കയറി പോകണം, ടൈം, അവരുടെ സമയം, അവരുടെ എന്താണ് ക്യാഷ്, ഇതൊക്കെ എന്താണ് പോവാൻ ചാൻസ് കൂടുതലാണ് അല്ലേ. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് ഇത്തരം സർവീസസുകളൊക്കെ ഈസി ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതായത് സർക്കാർ വകുപ്പുകൾക്കും അത് ഗുണകരമാണ്, ജനങ്ങൾക്കും അത് ഗുണകരമാണ് അല്ലേ. അപ്പൊ രണ്ടു പേർക്കും എന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് റിഡക്ഷൻ അല്ലെ. അവിടെ കോസ്റ്റ് കുറച്ചുകൊണ്ട് ഈസി ആയിട്ട് സർവീസസ് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഓട്ടോമേഷൻ അല്ലെ, അതായത് ഗവൺമെന്റിന്റെ ഇന്റേണൽ ആക്ടിവിറ്റീസുകളൊക്കെ ഓട്ടോമേറ്റഡ് ആക്കാൻ പറ്റും ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ആൻഡ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്താൽ. ഓക്കെ, അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് ഗവൺമെന്റ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഗവേണൻസ് എന്ന് പറഞ്ഞുള്ള അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസുകളിൽ ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജീസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അടുത്തത് നോക്കൂ, ഒബ്ജക്റ്റീവ്സ് അല്ലെ. എന്താണ് ഇതിന്റെ ലക്ഷ്യം, എന്തിനാണ് ഇ കൊമേഴ്സ് ചെയ്യുന്നത്? അല്ല, നമുക്ക് കൊമേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇ കൊമേഴ്സ് എന്താണ് അവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുമ്പോൾ എന്താണ്, നോക്കൂ, സെയിൽ ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് അല്ലെ. പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിന്റെ വിൽപ്പന, അതന്നെയാണ് അല്ലേ കൊമേഴ്സിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, അവരുണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു അല്ലെ. ഇ കൊമേഴ്സിലൂടെ എങ്ങനെ വിൽക്കുന്നത്, നമ്മൾ ഓൺലൈൻ ആയിക്കൊണ്ട് അവരുടെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് വിൽക്കുന്നു അല്ലെ. അതന്നെയാണ് അതിന്റെ പ്രധാന ലക്ഷ്യം. ദെൻ അതുപോലെ തന്നെ ഇൻഫർമേഷൻ പ്രൊവിഷൻ അല്ലെ, അതായത് എന്താണ് ഇൻഫർമേഷൻ പ്രൊവിഷൻ, അതായത് ഇ കൊമേഴ്സിന്റെ അതായത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു, ജനങ്ങളിലേക്ക് ഓൺലൈൻ വഴി എത്തിക്കുന്നു. ദെൻ അതുപോലെ തന്നെ അടുത്തത് നോക്കൂ, ഒബ്റ്റെയിൻ കസ്റ്റമർ സർവീസസ് അല്ലെ. അതേപോലെ തന്നെ ഓൺലൈൻ കസ്റ്റമർ സർവീസസ് അല്ലെ, അതായത് ഇവിടെ ഓൺലൈൻ വഴി കസ്റ്റമറിന് ആവശ്യമായിട്ടുള്ള ആഫ്റ്റർ സെയിൽസ് സർവീസസ് ഒക്കെ നൽകുക. ഓക്കെ, അതേപോലെ തന്നെ ഇനി അടുത്ത ഭാഗം നോക്കൂ, ഈ ഗവേണൻസിന്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്, ഒപ്റ്റിമൈസേഷൻ ഓഫ് സർവീസ് ക്വാളിറ്റി ടു സിറ്റിസൺ അല്ലെ. അതായത് എന്താണ്, സിറ്റിസൺസിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്ത് കൊടുക്കുന്നു, ഗവൺമെന്റിന്റെ സർവീസസുകൾ, ക്വാളിറ്റിയുള്ള സർവീസ് ഡെലിവറി അല്ലെ. അതായത് കറക്റ്റ് സമയത്ത് ഗവൺമെന്റിന്റെ ഇൻഫർമേഷനും ഗവൺമെന്റിന്റെ സർവീസസും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് നമ്മുടെ ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇൻഫർമേഷൻ പ്രൊവിഷൻ അല്ലെ, അതായത് എന്താണ്, ഈ ഒരു ഗവൺമെന്റിന്റെ പല ഇൻഫർമേഷനും ജനങ്ങളിലേക്ക് അവരുടെ ഗവൺമെന്റ് വെബ്സൈറ്റ് വഴിയോ മറ്റ് ഗവൺമെന്റ് മൊബൈൽ ആപ്പുകൾ വഴിയൊക്കെ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഓൺലൈൻ സർവീസസ് അല്ലെ, ഓൺലൈനായിട്ട് എന്ത് ചെയ്യുന്നു, ജനങ്ങളിലേക്ക് ഗവൺമെന്റ് സർവീസസുകളൊക്കെ എത്തിച്ചു കൊടുക്കുന്നു. ദെൻ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഗവേണൻസിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ഭാഗം നോക്കൂ, പ്രയോറിറ്റി അല്ലെ. പ്രയോറിറ്റി എന്തിനാണ് കൊടുക്കുന്നത്, അതായത് പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ നോക്കൂ, സേഫ് ആൻഡ് സെക്യൂർ ട്രാൻസാക്ഷൻ അല്ലെ. സേഫ് ആൻഡ് സെക്യൂർ ട്രാൻസാക്ഷൻ, ഓൺലൈൻ ആയിട്ടാണ് ഇ കൊമേഴ്സ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ, അതായത് ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ പേയ്മെന്റ് പേ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു സെക്യൂരിറ്റി വേണം അല്ലെ, സെക്യൂർഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആവണം അല്ലെ. അതായത് ഇ കൊമേഴ്സിൽ ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ, സേഫ് ആൻഡ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ
കസ്റ്റമേഴ്സ് ഇ കൊമേഴ്സ് വഴി ട്രാൻസാക്ഷൻസ് നടത്താൻ എന്ത് ചെയ്യും, അവർക്ക് ഒരു എന്താണ് ഡൗട്ട് വരും, കൺഫ്യൂഷൻ വരും, അവർക്ക് എന്ത് ചെയ്യും, ഒരു പേടി തോന്നും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ പ്രയോറിറ്റി എന്ന് പറയുന്നത്, ഇ കൊമേഴ്സിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, അവരുടെ സർവീസസ് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് കൊടുക്കുക അല്ലേ. കസ്റ്റമേഴ്സും അവരുമായിട്ടുള്ളൊരു ട്രാൻസാക്ഷൻ സേഫ് ആൻഡ് സെക്യൂർ ആക്കുക. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഗവേണൻസിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, മിനിമൈസ് ഡിജിറ്റൽ ഡിവൈഡ് അല്ലെ. അതായത് എന്താണ്, ഡിജിറ്റൽ ഡിവൈഡ് കുറക്കുക. അതായത് ഈ ഡിജിറ്റൽ ഡിവൈഡ് കുറക്കുക, അതിലൂടെ എന്ത് ചെയ്യാണ്, ഗവൺമെന്റ് സർവീസസുകൾ ജനങ്ങളിലേക്ക് ഈസി ആയിട്ട് എത്തിച്ചു കൊടുക്കുന്നു. ദെൻ അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, ടെക്നോളജി. നമ്മൾ ഈ ഒരു ഇ കൊമേഴ്സിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് എന്തൊക്കെയാണ്, ഇന്റർനെറ്റ്, വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോം, ബാക്ക് ഓഫീസ് സിസ്റ്റംസ്, ഇതൊക്കെയാണ് ഈ ഒരു ഇ കൊമേഴ്സിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി. അതുപോലെ തന്നെ ഇ ഗവേണൻസിലും സെയിം ടെക്നോളജി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇന്റർനെറ്റ്, വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോം, ബാക്ക് ഓഫീസ് സിസ്റ്റം. ഓക്കെ. ദെൻ അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, ഡിസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇ കൊമേഴ്സിന്റെ ഡിസിഷൻ എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ആണ് അല്ലെ. അതായത് ഇ കൊമേഴ്സിലെ ബിസിനസ് മാൻ ആണ് എന്ത് ചെയ്യുന്നത്, അതുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത്. ഒരു സെൻട്രൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇ കൊമേഴ്സിന്റെ ടോപ്പ് അതോറിറ്റി ആണ് അവരുമായി ബന്ധപ്പെട്ട് ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഡിസിഷൻ മേക്കിംഗ് എന്ത് ആണെന്ന് പറയാം, സെൻട്രലൈസ്ഡ് ആണെന്ന് പറയാം. ഓക്കെ. മറ്റൊടത്താണെന്നുണ്ടെങ്കിൽ അതോറിറ്റി ഡിസ്പേർഷൻ, അതായത് ഡീസെൻട്രലൈസ്ഡ്, ഗവൺമെന്റിന്റെ അതായത് സെൻട്രലൈസ്ഡ് ഡിസിഷൻ അല്ല അല്ലെ. അവരെന്തും കൂടെ ചെയ്യുന്നുണ്ട്, ഈ പാർട്ടിസിപ്പേഷൻ, ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസുകളിൽ ജനങ്ങളെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഡിസിഷൻ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല, സെൻട്രലൈസ്ഡ് ആണ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. ദെൻ അതുപോലെ തന്നെ അടുത്തത് നോക്കൂ, ടാർഗറ്റ് ഗ്രൂപ്പ്. ഇ കൊമേഴ്സ് ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ഓഫ് കോഴ്സ് കസ്റ്റമേഴ്സിനെ ആയിരിക്കും അല്ലെ. കസ്റ്റമേഴ്സിനെയും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ആയിരിക്കും അവർ ടാർഗറ്റ് ചെയ്യുന്നത്. ഇ ഗവേണൻസ് എന്ന് പറയുമ്പോൾ ഒരു ഇന്ന വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടാണോ, ഇല്ല. ഒരു രാജ്യത്തെ ഇ ഗവേണൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആ രാജ്യത്തെ എല്ലാ സിറ്റിസൺസിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇ ഗവേണൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇ ഗവേണൻസ് എന്ന് പറയുമ്പോൾ ആ രാജ്യത്തെ എല്ലാ സിറ്റിസൺസും നെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. എല്ലാ സിറ്റിസൺസിലേക്കും ഗവൺമെന്റിന്റെ സർവീസസുകൾ ഇലക്ട്രോണിക്കിന്റെ സഹായത്തോട് കൂടിയിട്ട് ഈസി ആയിട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇ ഗവേണൻസ് യൂസ് ചെയ്യുന്നത് അല്ലെ. അതേപോലെ തന്നെ ഗവൺമെന്റിന്റെയും സിറ്റിസൺസിന്റെയും ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അവർ തമ്മിലുള്ള ഒരു ഇ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുമാണ് ഇ ഗവേണൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇ ഗവേണൻസ് എല്ലാവരെയും എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട് അല്ലെ. എല്ലാ സിറ്റിസൺസിനെയും ഫോക്കസ് ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് നിയമം അല്ലെ. അതായത് ഇ കൊമേഴ്സ് എന്താണ്, അവർക്ക് നിയമത്തിന്റെ അവർക്ക് അവരുടെ കാര്യങ്ങളിലൊക്കെ ഈസി ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും അല്ലെ. അവർക്ക് ഫ്രീ ആണ് അല്ലെ. അതായത് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് അവർക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. നേരെ മറിച്ച് ഇ ഗവേണൻസ് അങ്ങനെയാണോ, ഇ ഗവേണൻസിന് എന്തെങ്കിലും ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ലോസ് ആൻഡ് റെഗുലേഷൻസ് എന്ത് ചെയ്യണം, ഫോളോ ചെയ്യേണ്ടി വരും. ഓക്കെ. ദെൻ അതുപോലെ തന്നെ സർവീസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് പ്രൈമറിലി ട്രാൻസാക്ഷണൽ അല്ലെ. അതായത് ഇവർ കൊടുക്കുന്ന സർവീസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഇടപാടുകളാണ് അല്ലെ, ട്രാൻസാക്ഷൻസ് ആണ് അവർ കൊടുക്കുന്നത് അല്ലെ. അതേപോലെ തന്നെ അതായത് ഇ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഗുഡ്സിന്റെയും സർവീസസിന്റെയും ട്രാൻസാക്ഷൻ ആണ്. കസ്റ്റമേഴ്സ് തമ്മിൽ എന്ത് ചെയ്യാണ്, ട്രാൻസാക്ഷൻസ് ആണ് അവിടെ നടക്കുന്നത്. ദെൻ ഇ ഗവേണൻസിന്റെ സർവീസ് എന്ന് പറയുമ്പോൾ പ്രൈമറിലി ഇൻഫർമേഷണൽ, അതായത് ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻഫർമേഷൻസ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കൂടുതലായിട്ടും ഇ ഗവേണൻസിനെ എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇ കൊമേഴ്സും ഇ ഗവേണൻസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗുഡ്സ് ആൻഡ് സർവീസസ് ട്രാൻസാക്ഷൻസ് നടത്തുന്നു അല്ലെ. അപ്പൊ അവിടെ എന്തൊക്കെയായിരിക്കും അതിന്റെ ഗുണം,
അല്ലെ, പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റും, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓട്ടോമേഷൻ അല്ലെ, കഴിഞ്ഞ ചാപ്റ്ററുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇന്റേണൽ ഓട്ടോമേഷൻ കൊണ്ടുവരാൻ ആർക്ക് കഴിയുന്നുണ്ട്? പുതിയ പുതിയ ടെക്നോളജി, എമർജിങ്, ട്രെൻഡിങ് എന്ന് പല പല ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് ഇ കൊമേഴ്സിന്റെ ഇന്റേണൽ ആക്ടിവിറ്റീസിൽ നമുക്ക് ഓട്ടോമേഷൻ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെ ഇ ഗവേണൻസിലാണ് എന്നുണ്ടെങ്കിൽ സോഷ്യൽ യൂട്ടിലിറ്റി മാക്സിമം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനും ഈ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താനും വേണ്ടിയിട്ടാണ് ഈ ഗവേണൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കോസ്റ്റ് റിഡക്ഷനും ഓട്ടോമേഷനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഇ ഗവേണൻസിൽ ഇലക്ട്രോണിക് ഗവേണൻസ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇത്രയും അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ഡിഫറൻസ് നോക്കുമ്പോൾ തന്നെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അടുത്തൊരു ഭാഗം നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് എംപ്ലോയിങ് ഡിജിറ്റൽ ടെക്നോളജീസ് ഇൻ ഇ കൊമേഴ്സ്. ഇ കൊമേഴ്സിൽ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ അപ്ലൈ ചെയ്താൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? അപ്പം നമുക്ക് ഇ ഗവേണൻസ് എന്താണെന്ന് അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിത് ഇ ഗവേണൻസ് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് ഓൾറെഡി നമുക്ക് അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും. ഓക്കെ, ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആണ് ഫാസ്റ്റ് ആൻഡ് കൺവീനിയൻറ്റ് സർവീസ് ടു സിറ്റിസൺ അല്ലേ. അതായത് ഫാസ്റ്റ് ആൻഡ് കൺവീനിയൻറ്റ് സർവീസ് ടു സിറ്റിസൺ. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് അതായത് ഇ ഗവേണൻസ്, അതായത് ഈ ഡിജിറ്റൽ ടെക്നോളജീസ് ഈ ഗവൺമെന്റിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലുള്ള ഗുണങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഇവിടെ ഈ സിറ്റിസൺസിന്, പൗരന്മാർക്ക് ഈസി ആയിട്ടും വളരെ കൺവീനിയൻ്റ് ആയിട്ടും ഗവൺമെന്റിന്റെ സർവീസസുകൾ എത്തിക്കാൻ ഈ ഗവേണൻസിന് കഴിയും ഇല്ലേ. അതായത് ഇപ്പോൾ സിറ്റിസൺസിന് എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള അവരുടെ വെബ് പോർട്ടലുകൾ വഴിയും അതുപോലെ തന്നെ ആപ്പുകൾ വഴിയൊക്കെ ഗവൺമെന്റിന്റെ സർവീസസുകൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഈ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റുകളൊക്കെ ഇലക്ട്രോണിക് രൂപത്തിലേക്ക് അല്ലെ ഡിജിറ്റലൈസ്ഡ് ആക്കിയിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഹാർഡ് കോപ്പി രൂപത്തിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അപ്പൊ എപ്പോൾ വേണമെങ്കിലും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമുക്ക് ഇത്തരത്തിൽ ഗവൺമെന്റിന്റെ സർവീസസുകൾ ഓൺലൈനായിട്ട് ഡിജിറ്റൽ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഓൺലൈനായിട്ട് സിറ്റിസൺസിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ അവിടെ ഈ ജനങ്ങൾക്ക് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സർവീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫീസുകളിൽ ക്യൂ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലെ. അവർക്ക് കൺവീനിയന്റ് ആയിട്ട് അവർക്ക് അവരുടെ വീടുകളിൽ വെച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റ് സർവീസസുകൾക്കുള്ള അപ്ലിക്കേഷൻ അവർക്ക് കൊടുക്കാൻ പറ്റും അല്ലെ. അതേപോലെ തന്നെ ഒരൊറ്റ ക്ലിക്കിലൂടെ ഗവൺമെന്റ് സർവീസസുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സർവീസ് ആണ് എന്ത്? ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇ ഗവേണൻസിൽ ഡിജിറ്റൽ ടെക്നോളജി യൂസ് ചെയ്താലുള്ള ഒന്നാമത്തെ ഗുണം എന്താണ്? ഈസി ആയിട്ടും വെരി കൺവീനിയന്റ് ആയിട്ടും സിറ്റിസൺസിന് എന്ത് കിട്ടുന്നുണ്ട്? ഗവൺമെന്റ് സർവീസസുകൾ ഓൺലൈനായിട്ട് അവൈലബിൾ ആവുന്നുണ്ട്. ഓക്കെ, ദെൻ രണ്ടാമത്തെ നോക്കൂ, റിഡക്ഷൻ ഇൻ ഡിലേസ്, റെഡ് ടാപ്പിസം ആൻഡ് കറപ്ഷൻ. ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടെയൊക്കെ പണ്ടൊക്കെ അല്ലെങ്കിൽ പണ്ട് മീൻസ് ഒരു 25 ഇയർ ബാക്ക് ഒക്കെ നമ്മൾ എന്ത് അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മുടെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സോ അല്ലെങ്കിൽ നമ്മുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് ഇതിനൊക്കെ വേണ്ടിയിട്ട് മാരേജ് സർട്ടിഫിക്കറ്റ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ മറ്റ് വില്ലേജ് അല്ലെ അതുപോലെ തന്നെ പഞ്ചായത്തുകളിലൊക്കെ കയറി ഇറങ്ങേണ്ടിയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഇവരുടെ നമ്മൾ അവിടെ ഇരിക്കുന്ന ഓഫീസേഴ്സിനോട് അറിയുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? കാര്യങ്ങളൊക്കെ അവർ വേഗം ചെയ്തു തരും അല്ലെ. നമ്മളിപ്പോ കുറച്ച് നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വല്ല പാർട്ടിയിലുള്ള പ്രവർത്തകരെയൊക്കെ കൊണ്ടുപോയിട്ട് ഇവരെ മുന്നിൽ എന്തായും ഒരു ശുപാർശ എന്നുള്ള രീതിയിൽ വെക്കും. അപ്പൊ അവരെന്ത് ചെയ്യും? അറിയുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു തരും.
പക്ഷേ ഇപ്പൊ അല്ലെ, അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്, അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വേണമെങ്കിൽ അവർക്ക് കൈക്കൂലിയായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടയൊക്കെ അവസ്ഥകൾ വരാറുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ ഒരു ഇൻകം സർട്ടിഫിക്കറ്റിന് നമുക്ക് ഒരു ഓഫീസിലും പോയി കയറി നടക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലെ. ഈസി ആയിട്ട് നമുക്ക് ഓൺലൈനായിട്ട് അതിൽ ഈസി ആയിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഇൻകം സർട്ടിഫിക്കറ്റ്സ് കിട്ടുന്നുണ്ട്. നമ്മുടെ മറ്റു പല സർട്ടിഫിക്കറ്റ്സോ മറ്റു പല ഡോക്യുമെന്റ്സുകളോ മറ്റു പല സർവീസസുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. നേരിട്ട് തന്നെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഈ ഒരു റെഡ് ടാപ്പിസം അതുപോലെ തന്നെ ഡിലേ ഇതൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ കറപ്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല അല്ലെ. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. കാരണം ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഒന്നും കൂടിയും ട്രാൻസ്പെറന്റ് ആവുന്നുണ്ട് അല്ലെ. അതായത് ആരാണ് ഇതിന്റെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ഈ ഒരു സർവീസസ് ആരുടെ ഏത് വകുപ്പ് തല മേധാവിയുടെ ഉത്തരവാദിത്വമാണ്, അതുപോലെ തന്നെ ഏതു മന്ത്രിയുടെ കീഴിലാണ് ഇത് വരുന്നത്, ഇതൊക്കെ ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഗവൺമെന്റ് സർവീസസുകൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അത് ഡിലേ ആവാതെ, റെഡ് ടാപ്പിസം ഇല്ലാതെ, കറപ്ഷൻ ഒന്നും ഇല്ലാതെ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് എത്തിക്കാൻ ഈ ഗവേണൻസ് വഴി കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രക്രിയകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ വളരെ വേഗത്തിലാകുമ്പോൾ അഴിമതി അല്ലെ, കറപ്ഷൻ സംഭവിക്കാനുള്ള ചാൻസ് അവിടെ കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അടുത്തൊരു അഡ്വാൻറ്റേജ് നോക്കൂ, എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ ഡിജിറ്റൽ സർവീസസുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജീസ് ഗവൺമെന്റിന്റെ സർവീസസുകളിലൊക്കെ യൂസ് ചെയ്യാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, ഇത് കൂടുതൽ ഒന്നും കൂടി മാനുവൽ ആയിട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടും വളരെ വേഗതയിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട് അല്ലെ. ഗവൺമെന്റിന്റെ ഇന്റേണൽ ആക്ടിവിറ്റീസുകളിലൊക്കെ ഓട്ടോമേഷൻ കൊണ്ടുവരുമ്പോൾ ഹ്യൂമൻ ഇന്റർവെൻഷൻ അല്ലെങ്കിൽ മാനുവൽ എഫേർട്ട് അവിടെ കുറയുന്നുണ്ട്. പകരം ടെക്നോളജിക്കാണ് എഫേർട്ട് അല്ലെ. ടെക്നോളജി ഒന്നും കൂടി മനുഷ്യനേക്കാളും ഒന്നും കൂടി എഫിഷ്യന്റ് ആണ്, എളുപ്പത്തിൽ വളരെ സ്പീഡ് ആയിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് നമുക്ക് പറയാം. അതായത് മാനുവൽ, അതായത് ഒരു മനുഷ്യൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടും ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ടെക്നോളജിയുടെ സഹായം കൊണ്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് ഗവൺമെന്റ് സർവീസസ് വളരെയധികം വേഗതയിലും എഫിഷ്യന്റ് ആയിട്ടും അല്ലെങ്കിൽ എഫിഷ്യൻസിയും ഉണ്ടാകുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതാണ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. ദെൻ നാലാമത്തെ പോയിന്റ് നോക്കൂ, എൻഹാൻസ്ഡ് സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ. ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസിൽ ഈ ഡിജിറ്റൽ ടെക്നോളജി യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ജനങ്ങളും ഗവൺമെന്റും തമ്മിൽ എന്തുണ്ടാവില്ല, ഒരു ഇന്ററാക്ഷൻ അവിടെ ഉണ്ടാവില്ല അല്ലെ. ഇപ്പൊ ഇങ്ങനെ നമുക്ക് ഗവൺമെന്റിന് ചോദിക്കാൻ പറ്റും, ഓരോരുത്തരുടെയും പോയി വീടുകളിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പോളിസി ഉണ്ടാക്കുന്നതിന്റെ അഭിപ്രായം എന്താ, അങ്ങനെയൊന്നും ചോദിക്കാൻ വളരെയധികം റിസ്ക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പരിപാടികളൊന്നും അവർ ആദ്യം മുതലേ എടുക്കില്ല. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ടെക്നോളജി വർദ്ധിച്ചു, എല്ലായിടങ്ങളിലും ഇന്റർനെറ്റ് സൗകര്യങ്ങൾ എത്തി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഗവൺമെന്റിന് പൗരന്മാരുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഡിജിറ്റലൈസേഷൻ വഴി അല്ലെങ്കിൽ ഡിജിറ്റലൈസ്ഡ് വഴി അല്ലെങ്കിൽ ഡിജിറ്റൽ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിജിറ്റൽ ടെക്നോളജി വഴി പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താൻ കഴിയുന്നുണ്ട്. ഓക്കെ, അതായത് ഈ ഒരു ഡെമോക്രസി സിസ്റ്റത്തില് പൗരന്മാരുടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് ഈ ഗവേണൻസിലൂടെ ഇന്റർനെറ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസി നിർമ്മാണത്തിനോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ മറ്റു കാര്യങ്ങളിൽ സിറ്റിസൺസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ഒക്കെ ഈ ഗവേണൻസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് എൻഹാൻസ്ഡ് സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്ത പോയിന്റ് നോക്കൂ, ഇന്റഗ്രേഷൻ ഓഫ് പബ്ലിക് സർവീസസ് ഓഫേർഡ് ബൈ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്. അതായത് വിവിധ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു ഇന്റഗ്രേഷൻ അല്ലെ, ഒരു ഏകീകരണം.
അതായത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ യൂസ് ചെയ്തിട്ട് ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ പലവിധ ഡിപ്പാർട്ട്മെന്റുകളും, പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കുമല്ലോ ഗവൺമെന്റിന് അല്ലെ, പല ഫംഗ്ഷനുകളും പല ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, അതായത് ഗവൺമെന്റിന് ഇപ്പൊ നമ്മള് ഗവൺമെന്റിന്റെ 3 ലെവലുകൾ ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ നാഷണൽ ലെവൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ, അതുപോലെ തന്നെ ലോക്കൽ ഗവൺമെന്റ് അല്ലെ, അതായത് സംസ്ഥാന സർക്കാരുകൾ, കേന്ദ്ര സർക്കാരുകൾ, അതുപോലെ തന്നെ ലോക്കൽ ഗവൺമെന്റ് അല്ലെ, ഇവ നൽകുന്ന സർവീസസുകളുടെ ഒക്കെ അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കാനും, അതുപോലെ തന്നെ ഇവർ നൽകുന്ന സേവനങ്ങളൊക്കെ അതിന്റെ ഒരു ഇന്റഗ്രേഷനും ഈ ഗവേണൻസിലൂടെ എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട്. അതുവഴി ജനങ്ങൾക്ക് എളുപ്പത്തിൽ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസുകൾ ആരിലേക്ക് എത്തുന്നു? സിറ്റിസൺസിലേക്ക് എത്തുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിജിറ്റൽ ടെക്നോളജി ഈ ഗവേണൻസിൽ യൂസ് ചെയ്താൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ അല്ലെ. അതായത് ഗവൺമെന്റിന്റെ ആക്ടിവിറ്റി ഒന്നും കൂടി എഫിഷ്യന്റ് ആവും, ഒന്നും കൂടി ട്രാൻസ്പെറന്റ് ആവും. അത് എല്ലാ സിറ്റിസൺസിനും അത് വളരെയധികം ഗുണകരമാണ്. അതേപോലെ തന്നെ കറപ്ഷൻ, ഡിലേസ്, റെഡ് ടാപ്പിസം പോലെയുള്ള നെഗറ്റിവിറ്റികളൊക്കെ കുറയുകയും ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗമാണ് ഗാർട്ട്നേഴ്സ് എവല്യൂഷൻ മോഡൽ ഓഫ് ഇ ഗവേണൻസ്. ഗാർട്ട്നേഴ്സ് എവല്യൂഷൻ മോഡൽ ഓഫ് ഇ ഗവേണൻസ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഗാർട്ട്നേഴ്സ് എവല്യൂഷൻ മോഡൽ ഓഫ് ഇ ഗവേണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം. അതായത് ഇൻ 2000 ദി ഗാർട്ട്നർ ഗ്രൂപ്പ് ഓഫ് കമ്പനി presented a conceptual framework to measure the progression of e-governance in an organization in 4 critical phases of e-government evolution. അതായത് ഗാർട്ട്നർ ഗ്രൂപ്പ് ഓഫ് കമ്പനി അല്ലെ, ഗാർട്ട്നർ ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ത് ചെയ്തു? ഈ ഒരു ഗവൺമെന്റിന്റെ ഇ ഗവേണൻസിന്റെ ഒരു സ്റ്റേജസ് അല്ലെങ്കിൽ ഒരു കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് മെഷർ ചെയ്യുന്ന ഒരു 4 ഫേസസുകൾ അവരെന്ത് ചെയ്തു? അവർ പ്രസന്റ് ചെയ്തു. ഓക്കെ, അതായത് നമുക്കിങ്ങനെ പറയാം, ഈ ഗവൺമെന്റിന്റെ എവല്യൂഷൻ സ്റ്റേജസ് ഈ ഒരു ഗാർട്ട്നർ ഗ്രൂപ്പ് ഓഫ് കമ്പനി 4 ഫേസുകളായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ് ഇയർ? ഇൻ 2000 അല്ലെ. അപ്പൊ അവിടെ ഇത്രേ പറയുന്നുള്ളൂ, ഗാർട്ട്നർ ഗ്രൂപ്പ് ഓഫ് കമ്പനി ഈ ഗവേണൻസിന്റെ എവല്യൂഷൻ സ്റ്റേജസ്, അതായത് ഗവൺമെന്റ് ഈ ഗവേണൻസ് അപ്ലൈ ചെയ്യുന്നതിന്റെ ഓരോ സ്റ്റേജുകൾ അല്ലെ, നമുക്കിപ്പോ ആദ്യം മുതൽ തന്നെ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ഇന്ന് നമുക്കിപ്പോ എല്ലാ ഗവൺമെന്റ് സർവീസസുകളും ഇപ്പോൾ നമുക്കറിയാം ഡിജിറ്റലൈസ്ഡ് ആയിട്ടുണ്ട്. എല്ലാ ഗവൺമെന്റ് സർവീസസുകളും മിക്ക ഭാഗവും നമുക്ക് എന്ത് ചെയ്യാം? ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഗവൺമെന്റിന്റെ പല ഇൻഫർമേഷൻസ് നമുക്ക് ഓൺലൈനായി ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈസി ആയിട്ട് പാസ്പോർട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, ഇങ്ങനെയുള്ള എല്ലാ സർവീസസുകളും നമുക്ക് എന്ത് ചെയ്യാം? ഓൺലൈൻ വഴി നമുക്ക് അപ്ലൈ ചെയ്യാം. ID കാർഡ്, ഇതൊക്കെ നമുക്ക് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാം. പക്ഷെ ഇന്ന് കാണുന്ന കാലഘട്ടം അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഈ ഒരു സ്ട്രക്ചറിലേക്ക് എത്തിയത് പെട്ടെന്നായിരിക്കുമോ? അല്ല, ഓരോ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും ഇന്ന് കാണുന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കുക അല്ലെ. അപ്പോൾ അങ്ങനെ ഗാർട്ട്നർ ഗ്രൂപ്പ് ഓഫ് കമ്പനി ഇൻ 2000 എന്ത് ചെയ്തു? ഒരു കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഗവൺമെന്റിന്റെ ഈ ഗവേണൻസിന്റെ എവല്യൂഷനെ കുറിച്ചിട്ട് ഒരു കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെ 4 സ്റ്റേജസുകളായിട്ടാണ് ഈ ഒരു ഗാർട്ട്നർ ഗ്രൂപ്പ് ഓഫ് കമ്പനി അതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നോക്കാം ഓരോരോ സ്റ്റേജസുകൾ എന്തൊക്കെയാണ് എന്ന്. ഫസ്റ്റ് നോക്കൂ, ഫസ്റ്റ് ഫേസ് അല്ലെ. ഫസ്റ്റ് ഫേസ് എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ഇൻഫർമേഷൻ എന്ന് പറയാം. അതായത് ആ ഒരു സ്റ്റേജില്, അതായത് ഫസ്റ്റ് ഫേസിൽ അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഗവൺമെന്റ് സർവീസസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്ലെ അവരുടെ ഗവൺമെന്റിന്റെ വെബ്സൈറ്റുകളിലും അതുപോലെ തന്നെ മറ്റു പോർട്ടലുകളിലും ലഭ്യമാക്കാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെയാണ് ഫസ്റ്റ് ആയിട്ട് ഇ ഗവേണൻസ് വന്നു തുടങ്ങിയത്. ആദ്യം എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റിന്റെ വെബ്സൈറ്റുകളും പോർട്ടലുകളും യൂസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ അതുവഴി ജനങ്ങൾക്ക് പബ്ലിക്കിന് എന്ത് ചെയ്യാൻ പറ്റി? ഈസി ആയിട്ട് ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഇത് ഈ ഗവൺമെന്റിനും അതുപോലെ തന്നെ ഇത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾക്കും അതുപോലെ തന്നെ എല്ലാ സിറ്റിസൺസിനും അതുപോലെ തന്നെ ബിസിനസ്സുകാർക്കും
അല്ലെ? ഇവർക്കൊക്കെ ഗവൺമെന്റ് ഇൻഫർമേഷൻ വേണം, ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടണം. അപ്പൊ ഇവർക്കൊക്കെ ഇത് എന്താണ്, വളരെയധികം ഉപയോഗപ്രദമായി. കാരണം എന്താണ്, ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അറിയാൻ നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു വെബ്സൈറ്റ് വന്നു. അപ്പൊ നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ ആ വെബ്സൈറ്റിൽ നോക്കിയാൽ മതി, അല്ലെ? ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് കയറി ഇറങ്ങി പോവേണ്ടതില്ല. അപ്പൊ ഒന്നാമത്തെ ഫേസിൽ അല്ലെങ്കിൽ ഒന്നാമത്തെ ഘട്ടത്തിൽ എന്താണ്, ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഗവൺമെന്റ് അവരുടെ വെബ്സൈറ്റുകൾ വഴി ജനങ്ങളിലേക്ക് എത്തിക്കാൻ തുടങ്ങി. ഓക്കെ, അതിലൂടെ ഒന്നും കൂടി എന്ത് ചെയ്തു, ഗവൺമെന്റിന്റെ ഭരണം ഒന്നും കൂടി ട്രാൻസ്പെറന്റ് ആയി. അതുപോലെ തന്നെ ബിസിനസ്സുകാർക്കും അതുപോലെ തന്നെ മറ്റ് സാധാ ജനങ്ങൾക്കും എന്ത് ചെയ്യാൻ തുടങ്ങി, ഗവൺമെന്റിന്റെ ഇൻഫർമേഷൻ ലഭിക്കാനും തുടങ്ങി. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ സ്റ്റേജിൽ ഇത്രയേ പറയുന്നുള്ളൂ. സർക്കാർ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ വെബ്സൈറ്റുകളും പോർട്ടലുകളും രൂപീകരിച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് ഇന്ററാക്ഷൻ, സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്, ടു വേ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഗവൺമെന്റ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഓക്കെ, അതായത് സെക്കൻഡ് ഫേസിൽ എന്താ പറയുന്നത്, ഇന്ററാക്ഷൻ, അല്ലെ? ഫസ്റ്റ് ഫേസിൽ നമ്മൾ ജസ്റ്റ് എന്താ ചെയ്തിരുന്നുള്ളൂ, ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ഫേസിൽ എന്തായി മാറിയത്, ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഗവൺമെന്റ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ആരാണ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്? ഗവൺമെന്റിന്റെ ഇൻഫർമേഷനും ഗവൺമെന്റിന്റെ സർവീസസും അറിയാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. അതാരൊക്കെ ആയിരിക്കാം? ഇപ്പോ സിറ്റിസൺസ് ആയിരിക്കാം, ബിസിനസ് ആയിരിക്കാം, ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരിക്കാം. ഇവർക്കൊക്കെ എന്തറിയണം, ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസുകളും ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനും അറിയണം. ഓക്കെ, അപ്പൊ ഈ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലായിരിക്കാം. നമുക്ക് വൺ വേ എന്നും ടു വേ എന്നും അങ്ങനെ തരംതിരിക്കാം. വൺ വേ എന്ന് പറയുമ്പോൾ എന്താണ്, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള ഇൻഫർമേഷൻസും ഗവൺമെന്റിന്റെ സർവീസസും എന്ത് ചെയ്യുന്നു, അവരുടെ വെബ്സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യാം, ജനങ്ങൾക്ക് അവർക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും അവർക്ക് ആവശ്യമായിട്ടുള്ള സർവീസസുകൾ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ സിറ്റിസൺസിന് അല്ലെങ്കിൽ പബ്ലിക്കിന് എന്ത് ചെയ്യുന്നു, യാത്രാ ചെലവ്, മറ്റ് എഫേർട്സുകളൊക്കെ കുറക്കാൻ സാധിക്കും. ദെൻ ടു വേ എന്ന് പറയുമ്പോൾ എന്താണ്, ടു വേ എന്ന് പറയുമ്പോൾ ഈ ജനങ്ങൾക്ക് ഈ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഒരു ലൈവ് ചാറ്റ് അല്ലെങ്കിൽ ഒരു തത്സമയ സംഭാഷണം നടത്താനുള്ള സൗകര്യങ്ങൾ വന്നു. ഓക്കെ, അപ്പൊ ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ ഗവൺമെന്റിലേക്ക് അറിയിക്കാം, അല്ലെ? നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം, റിസർവേഷൻ ടിക്കറ്റ് സ്റ്റാറ്റസ്. ഇപ്പൊ നമ്മളൊരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്യാണ്, അല്ലെ? അപ്പൊ അതിന്റെ സ്റ്റാറ്റസ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അതിലൂടെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതൊരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മളൊരു ഇൻഫർമേഷൻ, നമുക്ക് അറിയാനുള്ള ഇൻഫർമേഷൻ നമ്മൾ അവിടെ കൊടുത്തു, അതിന് പകരമായിട്ട് അതൊരു റിസൾട്ട് നമുക്ക് വന്നു, അല്ലെ? അവിടെ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നിൽക്കുന്നത്, അല്ലെ? ആരൊക്കെ തമ്മിൽ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ജനങ്ങൾ, ഒരു വ്യക്തിയും തമ്മിലുള്ള ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത്, അല്ലെ? അപ്പൊ സെക്കൻഡ് ഫേസിൽ എന്താണ്, ടു വേ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ഗവൺമെന്റ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ദെൻ തേർഡ് ഫേസ് എന്ന് പറയുമ്പോൾ എന്താണ്, ട്രാൻസാക്ഷൻ, അല്ലെ? കൊളാബറേഷൻ ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഷെയറിംഗ് ഓഫ് സർവീസ് ഇൻഫർമേഷൻ. മൂന്നാമത്തെ സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ, മൂന്നാമത്തെ സ്റ്റേജിൽ ഈ പബ്ലിക്കിനും അതുപോലെ തന്നെ ഈ പബ്ലിക്കിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ധനകാര്യ ഇടപാടുകൾ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, അതായത് ഇപ്പൊ നമ്മൾ പറയാറില്ലേ, ഈ ഗവൺമെന്റ് സർവീസസുകൾ, ദാറ്റ് മീൻസ് ഇപ്പോൾ കറണ്ടും ബില്ലടക്കുക, അതുപോലെ തന്നെ നികുതി അടക്കുക, ലൈസൻസ് പുതുക്കുക, ഇതൊക്കെ നമുക്ക് ഓൺലൈൻ വഴി അതിന്റെ പേയ്മെന്റ് അടക്കാനുള്ള സർവീസസ് വന്നു തുടങ്ങി. ഓക്കെ, അപ്പൊ പണപരമായിട്ടുള്ള ആക്ടിവിറ്റീസിനെ ഓൺലൈനായിട്ട് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് ഗവൺമെന്റ് എങ്കിൽ ഈ ഗവേണൻസ് വളർന്നു. അതാണ് തേർഡ് ഫേസിൽ പറയുന്നത്. അതായത് ഈ ഒരു തേർഡ് ഫേസിലെ ജനങ്ങൾക്ക് ധനകാര്യ ഇടപാടുകളുമായി അടങ്ങിയിട്ടുള്ള സർക്കാർ സേവനങ്ങൾ, സർക്കാർ സർവീസസുകൾ ഓൺലൈനായിട്ട് ചെയ്യാൻ കഴിയും, അല്ലെ? അതായത് പണം ഉൾപ്പെടുന്ന സേവനം എന്ന് പറയുമ്പോൾ എന്താ, നികുതി അടക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചലാൻ അടക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അടക്കണം, നമുക്ക് ലൈസൻസ് പുതുക്കാനുള്ള എന്തെങ്കിലും ഫീസ് അടക്കണം. ഇതൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് അടക്കാനുള്ള ഒരു സംവിധാനം വന്നു തുടങ്ങി. അപ്പൊ നമുക്ക് ഇങ്ങനെയാവുമ്പോൾ പബ്ലിക്കിന് എന്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, നേരിട്ട് ഈ
എന്താ സർക്കാർ ഓഫീസുകളിൽ പോയിട്ട് പേയ്മെന്റ് അടക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലെ. അപ്പോൾ ഈ ഒരു സ്റ്റേജിലേക്ക് ഗവൺമെന്റ് വന്നു. അതായത് സർക്കാർ സേവനങ്ങളിലെ സാമ്പത്തിക ഇടപാടുകൾ മുഴുവനും ഓൺലൈനായി നടക്കാനുള്ള സൗകര്യം ഈ ഒരു തേർഡ് ഫേസിൽ വന്നു. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, ദെൻ ട്രാൻസ്ഫോർമേഷണൽ ഫേസ്. നാലാമത്തെ ഘട്ടമാണ് ട്രാൻസ്ഫോർമേഷണൽ ഫേസ്. അപ്പൊ നമ്മുടെ ഗാർട്ട്നർ മോഡലിന്റെ അവസാനത്തെ ഘട്ടമാണ് എന്ത്? ട്രാൻസ്ഫോർമേഷണൽ ഫേസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഈ ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഘട്ടത്തില് സർക്കാർ വകുപ്പുകൾ അല്ലെ, സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളുടെ എല്ലാ ബാക്ക് എൻഡ് സിസ്റ്റംസും പരസ്പരം കണക്ട് ചെയ്യാൻ തുടങ്ങി, ബന്ധിപ്പിക്കപ്പെട്ടു. ഓക്കെ, അതായത് സിറ്റിസൺസ് അല്ലെങ്കിൽ പബ്ലിക്കിനെ എല്ലാ സേവനങ്ങളും ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ ഓൺലൈൻ വിൻഡോ മാത്രമേ ഉപയോഗിക്കേണ്ടതുള്ളൂ എന്ന നിലയിലേക്ക് എത്തി. ദാറ്റ് മീൻസ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഒരു സിംഗിൾ ഓൺലൈൻ വിൻഡോ അല്ലെ. ആ ഒരു വിൻഡോയിൽ കയറിയാൽ തന്നെ നമുക്ക് ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ വഴി പബ്ലിക്കിന് കിട്ടുന്ന എല്ലാ സർവീസസുകളും അവിടെ ലഭ്യമാണ് അല്ലെ. അതായത് ഒരു വ്യക്തിക്ക് ഒരു വെബ്സൈറ്റില്, ഗവൺമെന്റിന്റെ ഒരു വെബ്സൈറ്റില് അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്പിൽ നിന്ന് തന്നെ എല്ലാ സേവനങ്ങളും കിട്ടുന്ന രീതിയിലേക്ക് ഉള്ള ഒരു സിസ്റ്റം വന്നു. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഡിജി ലോക്കർ. അതായത് ഡിജി ലോക്കർ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു സിസ്റ്റം വഴി നമുക്ക് എല്ലാ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റുകളും എല്ലാ സർട്ടിഫിക്കറ്റ്സുകളും നമുക്ക് ഡിജിറ്റലൈസ്ഡ് ആക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം ഈ ഫോർത്ത് ഫേസിൽ വന്നു. ട്രാൻസ്ഫോർമേഷൻ, മൊത്തത്തിലുള്ള ഒരു പരിവർത്തനം. ഓക്കെ, അപ്പൊ ഇതാണ് ഗാർട്ട്നേഴ്സിന്റെ ഒരു എവല്യൂഷൻ മോഡൽ ഓഫ് ഇ ഗവേണൻസ് എന്നുള്ള ആ ഒരു ഭാഗത്ത് പറയുന്നത് അല്ലെ. ഗാർട്ട്നർ 4 ഫേസുകളായിട്ടാണ് ഈ ഒരു ഗവൺമെന്റിന്റെ ഇ ഗവേണൻസിന്റെ എവല്യൂഷൻ സ്റ്റേജുകളെ അയാള് പ്രസന്റ് ചെയ്തത്. ഓക്കെ, അടുത്തൊരു ഭാഗമാണ് ഇ ഗവേണൻസ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മൾ ഇ ഗവേണൻസ് എന്താണ് അല്ലെ, പല രാജ്യങ്ങളിലും ഇ ഗവേണൻസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇ ഗവേണൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെന്റില് ഈ ഡിജിറ്റൽ ടെക്നോളജീസ് അപ്ലൈ ചെയ്താലുള്ള ഗുണങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിലായി ഡിസ്കസ് ചെയ്തു അല്ലെ. ഇപ്പൊ പല രാജ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ രാജ്യത്ത് ഇ ഗവേണൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇ ഗവേണൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് വളരെയധികം വേഗത്തിൽ അവരുടെ രാജ്യത്തിൽ അവർ വികസിപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട് അല്ലെ. നമുക്കറിയാം ഇ ഗവേണൻസ് നമ്മുടെ ഭരണകാര്യങ്ങളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ ഭരണകാര്യങ്ങൾ ഒന്നും കൂടിയും ട്രാൻസ്പെറന്റ് ആകും. ജനങ്ങളുമായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ നമുക്ക് കിട്ടുന്നു അല്ലെ. ഈസി ആയിട്ട് ഗവൺമെന്റ് സർവീസസുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. അതുവഴി ജനങ്ങൾക്ക് മികച്ച സേവനങ്ങൾ നൽകാനും ഒരു ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്താനും ഒക്കെ കഴിയുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു ഭാഗത്ത് പറയുന്നത് ഇന്ത്യയിലുള്ള ഇ ഗവേണൻസ് അല്ലെ. നമുക്കറിയാം ഇന്ത്യയിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഇ ഗവേണൻസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഭരണപരമായിട്ടുള്ള ആക്ടിവിറ്റീസുകളിലൊക്കെ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമുക്കും ഈസി ആയിട്ട് ഗവൺമെന്റ് സർവീസുകളൊക്കെ ഓൺലൈനായിട്ട് കിട്ടുന്നുണ്ട്. പല ഗവൺമെന്റിന്റെ പല വിവരങ്ങളും നമുക്ക് പല വെബ്സൈറ്റുകൾ വഴിയും എല്ലാ രീതിയിലും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ നമുക്കൊരു ജനാധിപത്യ ഭരണമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വോട്ടിങ് അങ്ങനെയുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് പോളിസി മേക്കിങ്ങിലൊക്കെ നമ്മൾ ഈ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയുടെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്ത് പറയുന്നത് ഇന്ത്യയിലെ ഇ ഗവേണൻസിന്റെ ഒരു എവല്യൂഷൻ സ്റ്റേജസുകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, അതിനു മുന്നേ ഇന്ത്യയിലെ ഇ ഗവേണൻസിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, എന്തൊക്കെയായിരിക്കും? നമുക്ക് ഓൾറെഡി അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇ ഗവേണൻസ് കൊണ്ടുവരണം? ഒന്നാമത്തെ ലക്ഷ്യം എന്തായിരിക്കും? സർക്കാരിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ എല്ലാ സിസ്റ്റങ്ങളും എഫിഷ്യന്റ് ആയിട്ടും വളരെയധികം സ്പീഡായിട്ടും അതിൻ്റെ സ്പീഡും എഫിഷ്യൻസിയും ഇൻക്രീസ് ചെയ്യണം അല്ലെ. അതേപോലെ തന്നെ ഈ പൗരന്മാർക്കും ബിസിനസ്സിനും അവർക്ക് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവീസസുകൾ ഓൺലൈനായിട്ട് കൊടുക്കുക.
അതുപോലെ തന്നെ എന്താണ് സിറ്റിസൺസിന്റെ ഈ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക. പിന്നെ ഭരണകാര്യങ്ങളൊക്കെ ഒന്നും കൂടി ട്രാൻസ്പെറന്റ് ആക്കുക, ഒന്നും കൂടി റെസ്പോൺസിബിൾ ആക്കുക. അതേപോലെ തന്നെ ഈ ഒരു ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ഡെമോക്രസിയെ പ്രോത്സാഹിപ്പിക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഗവേണൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റിനെ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ എന്താണ് ഡിജിറ്റൽ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ ഈ ഗവേണൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇന്ത്യൻ ഗവൺമെന്റ് അവരുടെ എന്താണ് ഭരണകാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് 3 ലെവലുകളിലായിട്ടാണ് അല്ലേ? ഏതൊക്കെയാണ്? നാഷണൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, അതുപോലെ തന്നെ ലോക്കൽ ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു 3 ലെവലുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവരുടെ കാര്യങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ത്യയിലെ ഈ ഗവേണൻസിന്റെ ഒരു എവല്യൂഷൻ സ്റ്റേജിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ത്യയിലെ ഈ ഗവേണൻസിന്റെ വളർച്ചയുടെ ഘട്ടങ്ങളെ പ്രധാനമായിട്ടും നമുക്ക് 2 രീതിയിൽ തരംതിരിക്കാം. ഏതൊക്കെയാണ്? അതായത് 1970 മുതൽ 1990 വരെയുള്ള കാലഘട്ടം. രണ്ടാമത്തെ കാലഘട്ടം 1990 മുതൽ ഇന്ന് വരെ അല്ലെ, നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടം വരെയുള്ള ആ ഒരു ഘട്ടം. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എന്തൊക്കെയാണ് അല്ലെ, അതായത് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ ഓരോ സ്റ്റേജിലും ഓരോ ഇയറിലും വന്നിട്ടുള്ള ഈ ഗവേണൻസിന്റെ വളർച്ച എന്താണ് എന്ന് അറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ അറിയാനാണ് നമ്മൾ ഈ ഒരു ഭാഗം പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് 1970 മുതൽ 1990s വരെയുള്ള ഒരു കാലഘട്ടം. നോക്കൂ, അപ്പോൾ 1970 മുതൽ 1990s വരെയുള്ള കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ ഗവേണൻസിൽ, അതായത് ഇന്ത്യയിലെ ഈ ഗവേണൻസിന്റെ വളർച്ച എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ നോക്കാം 1970 അല്ലെ, 1970 എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് അല്ലെ. അതെന്താണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ്. അപ്പൊ 1970 ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്തു? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, എന്താണ് ഇലക്ട്രോണിക്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ? അപ്പൊ ഇവിടെ നമ്മൾ ഇലക്ട്രോണിക്സിന് വേണ്ടിയിട്ടുള്ള ഒരു വകുപ്പ് തന്നെ ഗവൺമെന്റ് എന്ത് ചെയ്തു? നിയമിച്ചു, മീൻസ് ഉണ്ടാക്കി അല്ലെ. അതായത് ഇലക്ട്രോണിക്സ് മേഖലയുടെ, അതായത് വരും ഭാവിയിലെ ഇലക്ട്രോണിക്സ് മേഖലയുടെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത് കൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്തു? 1970 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് എന്ന ഒരു വകുപ്പ്, ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ സ്ഥാപിച്ചു. ഓക്കെ, അതിനായിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നമ്മളിപ്പോ ഗവൺമെന്റിന്റെ പല കാര്യങ്ങളും പല ഡിപ്പാർട്ട്മെന്റുകളായിട്ടാണ് ചെയ്യുന്നത് അല്ലെ. ഓരോരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഓരോരോ പ്രവർത്തനങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കാണ് അല്ലെ. അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മേഖലയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് അതിനായിട്ട് തന്നെ ഒരു വകുപ്പ് ആരുണ്ടാക്കി? ഗവൺമെന്റ് 1970 ഉണ്ടാക്കി. ഓക്കെ, അപ്പൊ ഈ ഒരു വകുപ്പിന്റെ എന്തായിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്? രാജ്യത്തെ, അതായത് ഇന്ത്യയിലുള്ള എല്ലാ ഡിജിറ്റൽ ഡെവലപ്മെന്റും അല്ലെങ്കിൽ എല്ലാ സാങ്കേതിക വികസനവും ഇലക്ട്രോണിക്സും അല്ലെ, ഇലക്ട്രോണിക്സ് ഡിജിറ്റൽ ഡെവലപ്മെന്റ് നടപ്പാക്കുക, അത് തമ്മിൽ ഏകോപിപ്പിക്കുക അല്ലെ, അതിനായിട്ടാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആശയം അല്ലെ, അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് രാജ്യത്തുള്ള എല്ലാ സാങ്കേതിക വികസനവും ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റും നടപ്പാക്കുകയും അത് തമ്മിൽ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് ഈ ഗവേണൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, അതായത് രാജ്യത്തിന്റെ സാങ്കേതിക വികസനങ്ങളെ ഏകോപിപ്പിക്കാനായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടാക്കി. ഓക്കെ, അതായത് ഒരു നമ്മുടെ ഈ ഇലക്ട്രോണിക്സ് സാങ്കേതിക വിദ്യകളെയും അല്ലെങ്കിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളെയൊക്കെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് 1970 ഗവൺമെന്റ് എന്ത് ചെയ്തു? ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടാക്കി. അതാണ് ഈ ഗവേണൻസിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു ബേസ് എന്ന് പറയുന്നത്.
ഓക്കെ, ദെൻ അടുത്തത് നോക്കൂ, രണ്ടാമത്തത് എന്താണ്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് NIC ഇൻ 1977. 1977 നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ, NIC, നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ 1977 ഗവൺമെന്റ് ഉണ്ടാക്കി. അതായത് 1977 പ്ലാനിംഗ് കമ്മീഷന്റെ അവരുടെ ഒരു റെക്കമെൻഡേഷൻ പ്രകാരം നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ സ്ഥാപിക്കപ്പെട്ടു. എന്തിനാണ് ഈ നാഷണൽ ഇൻഫർമേഷൻ സെന്റർ, അതായത് നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ NIC? ഇതിന്റെ ലക്ഷ്യം എന്തായിരിക്കും? അതായത് NIC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NICയിലൂടെയാണ് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ കമ്പ്യൂട്ടർ അടിസ്ഥാനത്തിലുള്ള ഒരു ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിന് ആയിട്ട് ആരംഭിച്ചത്. അതായത് ഇൻഫർമേഷൻ ടെക്നോളജി NIC വന്നതോടു കൂടിയിട്ടാണ് രാജ്യത്തിന്റെ ഒരു പ്രധാന വിഷയമായി മാറിയത്. അപ്പൊ ഈ ഒരു സ്റ്റേജില് 1977 എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേജില് ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകളിൽ, ഡിപ്പാർട്ട്മെന്റുകളിലെ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ കമ്പ്യൂട്ടർ സംവിധാനം ഉപയോഗിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോ 1977 നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ രൂപീകരിച്ചു. ഓക്കെ, ഈ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ പ്ലാനിംഗ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ മൂലമായിരുന്നു. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്? അതായത് ഈ ഒരു നാഷണൽ ഇൻഫർമേഷൻ അല്ലെ, അതായത് the next major steps in India is both information into national priorities. അതായത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ കമ്പ്യൂട്ടർ അടിസ്ഥാനത്തിലുള്ള ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ആരംഭിച്ചത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പൊ 1977 NIC രൂപീകരിച്ചു. ഓക്കെ, അടുത്തത് നോക്കൂ, യൂസ് ഓഫ് ഓഫീസ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ഇൻ ഗവൺമെന്റ് ഓഫീസ് ഫ്രം 1970s to 1980s. എന്താ ഇവിടെ പറയുന്നത്? 1977 മുതൽ 80 വരെയുള്ള കാലഘട്ടത്താണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? ഗവൺമെന്റ് ഓഫീസുകളിലെ ഓഫീസ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഗവൺമെന്റ് ഓഫീസുകളിലെ ഓഫീസ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് 1977 കൂടിയിട്ട് കമ്പ്യൂട്ടറുകളുടെ ഉപയോഗം എന്ത് ചെയ്തു? ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ വ്യാപിച്ചു. നമ്മൾ വേർഡ് പ്രോസസ്സിംഗ് ഒക്കെ എന്ത് ചെയ്തു? ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ 80കളിലെ ഡാറ്റ കളക്ഷൻ, സ്റ്റോറേജ്, നെറ്റ്വർക്ക് ടെക്നോളജി ഇവയൊക്കെ വന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്തു? ഗവൺമെന്റിന്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ എന്താണ്? ഗവൺമെന്റിന്റെ ഇന്റേണൽ പ്രവർത്തനങ്ങളിൽ കമ്പ്യൂട്ടറുകൾ വ്യാപകമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ 1980s കമ്പ്യൂട്ടറുകൾ ഗവൺമെന്റിന്റെ ഇന്റേണൽ ആക്ടിവിറ്റീസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ അടുത്തത്, അപ്പൊ ഇതാണ് 1970s മുതൽ 1980s വരെയുള്ള കാലഘട്ടത്തിലുള്ള ഒരു എവല്യൂഷൻ. അതായത് ഗവൺമെന്റിന്റെ ഇന്റേണൽ ആക്ടിവിറ്റീസുകളിൽ കൂടുതലായിട്ട് കമ്പ്യൂട്ടറുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇന്റേണൽ ആക്ടിവിറ്റി ഒന്നും കൂടി ഓട്ടോമേറ്റഡ് ആക്കാനുള്ള സജ്ജീകരണങ്ങൾ നടപ്പാക്കാൻ തുടങ്ങി. ഓക്കെ, ദെൻ അടുത്തത് നോക്കൂ, നാലാമത്തത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് NICNET ആൻഡ് VSAT ഇൻ 1987. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് NICNET ആൻഡ് VSAT അല്ലെ. അതായത് NICNET എന്ന് പറയുമ്പോൾ എന്താണ്? NICNET എന്ന് പറയുമ്പോൾ നോക്കൂ, ഇവിടെ അതായത് NICNET ഇൻ 1987, 1987 ഇത് വന്നിട്ടുള്ളത്. NICNET എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉപഗ്രഹമാണ് അല്ലെ, ഒരു ദേശീയ ഉപഗ്രഹത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് ഈ NICNET എന്ന് പറയുന്നത്. ഓക്കെ, അത് 1987 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇവിടെ അതേപോലെ തന്നെ രാജ്യത്ത് എല്ലാ ജില്ലകളിലും എല്ലാ ഡിസ്ട്രിക്റ്റിലും VSAT അല്ലെ, VSAT എന്ന് പറയുമ്പോൾ വെരി സ്മാൾ
വെരി സ്മാൾ എപ്പാർച്ചർ ടെർമിനൽ അല്ലെ, അത് സ്ഥാപിച്ച് ജില്ലാ തലത്തിലുള്ള ഓഫീസുകളിൽ മൊത്തം ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കി. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റേജിൽ എന്തൊക്കെയാ വന്നത്? NIC നെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദേശീയ ഉപഗ്രഹം കമ്പ്യൂട്ടർ നെറ്റ് അടിസ്ഥാനത്തിലുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ആരംഭിച്ചു. അതുപോലെ തന്നെ ജില്ലാ അടിസ്ഥാനത്തിൽ ജില്ലാ തലത്തിലുള്ള എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് VSAT കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഈ NIC NET വഴി ഡിജിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഓഫ് NIC എന്ന പദ്ധതിക്കും എന്ത് ചെയ്തു? അത് ആ ഒരു പദ്ധതിയും കൂടെ വന്നു അല്ലെ. NIC NET വഴി ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ, ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഓഫ് NIC എന്ന പദ്ധതിയും കൂടെ വന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡിസ്ട്രിക്ട് അല്ലെ, അതായത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് DIC NIC അല്ലെ. അതെന്താണ് ഇവിടെ പറയുന്നത്? അതായത് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഓഫ് NIC അല്ലെ. ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഈ ഒരു പദ്ധതി വഴി ജില്ലാ തലത്തിലുള്ള ഓഫീസുകളിലൊക്കെ കമ്പ്യൂട്ടറൈസ് ചെയ്യാനും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകൾക്ക് എന്തും കൂടെ കൊടുക്കാണ്? ഫ്രീ ആയിട്ട് സൗജന്യ ഹാർഡ്വെയർസും സോഫ്റ്റ്വെയർസും നൽകാൻ ആരംഭിച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മള് ഫസ്റ്റ് ഈ 4ാമത്തെ സ്റ്റേജിലെ NIC NET വന്നു, VSAT വന്നു. ഓക്കെ, NIC NET വന്നതോട് കൂടിയിട്ട് എന്താ വന്നത്? അതായത് NIC NET വന്നതോട് കൂടിയിട്ട് അതൊരു ദേശീയ ഉപഗ്രഹത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് അല്ലെ. VSAT എന്ന് പറയുമ്പോൾ എന്താണ്? രാജ്യത്തിന്റെ എല്ലാ ജില്ലകളിലും എന്ത് ചെയ്യുന്നു? ഈ ഒരു നെറ്റ്വർക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു എന്താണ് ഒരു സൗകര്യമാണ്, ഇന്റർനെറ്റ് സൗകര്യമാണ് VSAT എന്ന് പറയുന്നുണ്ടെങ്കിൽ അല്ലെ. അപ്പൊ ഇവിടെ നിന്നാണ് ഈ ഗവേണൻസിന്റെ ഒരു വളർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, പിന്നീട് എന്ത് ചെയ്തു? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് DIC NIC അല്ലെ, അതായത് ഡിസ്ട്രിക്ട് തലത്തിലുള്ള എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലും എന്ത് വന്നു? ഇന്റർനെറ്റ് സൗകര്യങ്ങളും ഫുൾ ഡിപ്പാർട്ട്മെന്റ് മൊത്തം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുകയും ചെയ്തു. ദെൻ എക്സ്റ്റൻഷൻ ഓഫ് NIC നെറ്റ് ഇൻ 1990s അല്ലെ, അതായത് ലാസ്റ്റത്തെ പോയിന്റ് എക്സ്റ്റൻഷൻ ഓഫ് NIC NET അല്ലെ. അതായത് ഈ 1990കളിലാണ് ഈ എക്സ്റ്റൻഷൻ NIC NETയുടെ അതിനെ ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു അല്ലെ, അതായത് എക്സ്റ്റൻഷൻ നടത്തി ഒന്നും കൂടി അതിനെ വിപുലീകരിച്ചു. അതായത് NIC NET നെറ്റ്വർക്കുകൾ ഈ സംസ്ഥാന തലങ്ങളിൽ നിന്നും അതെന്ത് ചെയ്തു? ജില്ലാ തലങ്ങളിലേക്കും ഡെവലപ്പ് ചെയ്യിപ്പിച്ചു. അതായത് അപ്പോ ഈ NIC NETയുടെ എക്സ്റ്റൻഷൻ വഴി രാജ്യത്തെ എല്ലാ സർക്കാർ ഓഫീസുകളിലും ഇന്റർനെറ്റ് വഴി പരസ്പരം കണക്ട് ചെയ്യിപ്പിച്ചു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ ഒരു കാലഘട്ടത്താണ് നമുക്ക് ഇങ്ങനെ പറയാം ഒരു ഡിജിറ്റൽ ബാക്ക് ബോൺ, ഗവൺമെന്റിന് ഒരു ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു അടിസ്ഥാന ഘടന ഉണ്ടായി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പറയാം, നമുക്കിങ്ങനെ ചുരുക്കിയിട്ട് പറയാം 1970s to 1990s അല്ലെ. അതായത് 1977 മുതൽ 1990 വരെയുള്ള കാലഘട്ടത്തിലെ 70കളിൽ എന്ത് വന്നു? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് വന്നു അല്ലെ. ഇലക്ട്രോണിക്സിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ വന്നു. 77 NIC വന്നു അല്ലെ, നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററുകൾ വന്നു. ഓക്കെ, ദെൻ അതുപോലെ തന്നെ 3ാമത്തെ സ്റ്റേജില് 70s മുതൽ 1980s വരെ ഗവൺമെന്റിന്റെ ഓഫീസുകളിൽ മൊത്തം ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ NIC NET ആൻഡ് VSAT അതുവഴി എന്ത് ചെയ്തു? എല്ലാ രാജ്യത്തിന്റെ ഡിസ്ട്രിക്ട് തലങ്ങളിൽ എന്ത് ചെയ്തു? കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുകയും അതുപോലെ തന്നെ നെറ്റിന്റെ സംവിധാനങ്ങൾ, നെറ്റ് സൗകര്യങ്ങൾ വ്യാപിപ്പിക്കുകയും ചെയ്തു. ദെൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എന്താണ്? ഡിസ്ട്രിക്ട് അല്ലെ, അതായത് നമ്മൾ എന്താ ഇവിടെ പറയുന്നത്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഓഫ് ദി നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ അല്ലെ. അതായത് അതുവഴി എന്ത് ചെയ്തു? രാജ്യത്തെ ജില്ലാ അടിസ്ഥാനത്തിൽ എല്ലാ രീതിയിലും കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി. ഇതിനെ 90s ആയപ്പോൾ NIC NET ഒന്നും കൂടി എക്സ്റ്റൻഷൻ നടത്തി, ഒന്നും കൂടി വിപുലീകരിച്ചു. അതുവഴി രാജ്യത്ത് എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളും, ഒരു രാജ്യത്തെ എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളെയും തമ്മിൽ എന്ത് ചെയ്തു? പരസ്പരം ബന്ധിപ്പിക്കുകയും എല്ലാ രീതിയിലും കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുകയും നെറ്റ്വർക്ക് രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു.
ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് 70 മുതൽ 1970s മുതൽ 90s വരെയുള്ള ഇന്ത്യയിലെ ഇ ഗവേണൻസിൻ്റെ ഒരു എവല്യൂഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ 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 അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് 1970 മുതൽ 90s വരെയുള്ള ഇ ഗവേണൻസിൻ്റെ എവല്യൂഷൻ സ്റ്റേജസിനെ കുറിച്ചിട്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാം ഗ്രോത്ത് ഓഫ് ഇ ഗവേണൻസ് ഇൻ ഇന്ത്യ ഫ്രം 1990s ടു ടിൽ നൗ അല്ലേ. അതായത് 90 മുതൽ ഇന്ന് വരെയുള്ള ആ ഒരു ഇ ഗവേണൻസിൻ്റെ എവല്യൂഷൻ സ്റ്റേജുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. 1990s റെയിൽവേസ് ആൻഡ് അതർ ഇനീഷ്യേറ്റീവ്സ്, അതായത് ഈ 1990s ബിഗിനിങ്ങിൽ തന്നെ ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഗവൺമെൻറ് ഓഫീസുകളിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അവരെന്ത് യൂസ് ചെയ്യാൻ തുടങ്ങി, ICT യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ അങ്ങനെ ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്ത് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ഇന്ത്യൻ റെയിൽവേയിലെ ഓൺലൈൻ റിസർവേഷൻ സിസ്റ്റം അല്ലെ. ഇന്ത്യൻ റെയിൽവേയിലുള്ള ഓൺലൈൻ റിസർവേഷൻ സിസ്റ്റം, അതായത് നമുക്കിതിനെ IRCTC എന്ന് വിളിക്കാം. IRCTC അല്ലേ, അതായത് നമ്മളിവിടെ ഇന്ത്യൻ റെയിൽവേയിലെ ഓൺലൈൻ റിസർവേഷൻ സിസ്റ്റം. ഇത് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ജനങ്ങൾക്ക് അല്ലെങ്കിൽ പബ്ലിക്കിന് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് റെയിൽവേ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു സൗകര്യം 1990കളിലാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു സക്സസ് ആയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. ഓക്കെ, 1990s റെയിൽവേ, അതായത് ഇന്ത്യൻ റെയിൽവേയിൽ എന്ത് യൂസ് ചെയ്യാൻ തുടങ്ങി, ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി യൂസ് ചെയ്യാൻ തുടങ്ങി. അതുവഴി ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, അവർക്ക് ഓൺലൈനായിട്ട് റെയിൽവേ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങൾ ലഭിച്ചു തുടങ്ങി. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് NFT. ഓക്കെ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് NFT 1998 വന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് NFT നാഷണൽ ടാസ്ക് ഫോഴ്സ് അല്ലെ. എന്താ ഇവിടെ പറയുന്നത്, നാഷണൽ ടാസ്ക് ഫോഴ്സിൽ എന്താ ഇവിടെ പറയുന്നത്, അതായത് ഈ NFT വന്നിട്ടുള്ളത് 1998 മെയ്യിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, മെയ് മാസത്തിലാണ് വന്നിട്ടുള്ളത്. ഇത് ഈ ഒരു നാഷണൽ, അതായത് ടാസ്ക് ഫോഴ്സ് ഓൺ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, അതായത് ടാസ്ക് ഫോഴ്സ് ഓൺ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള കമ്മിറ്റിയെ ഇതിനു വേണ്ടിയിട്ട് രൂപീകരിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഗവൺമെന്റ് അതായത് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയെ രാജ്യത്തിൻ്റെ ഒരു ഇൻഫർമേഷന്റെ പ്രധാന മേഖലയായി കാണാൻ തുടങ്ങി. ദാറ്റ് മീൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ICTയെ ഒരു ഇമ്പോർട്ടൻ്റ് ടൂളായിട്ട് ആര് യൂസ് ചെയ്യാൻ തുടങ്ങി, ഗവൺമെൻറ് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റേജിൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഒന്നും കൂടിയും എഫിഷ്യൻ്റ് ആക്കാനും ഒന്നും കൂടിയും ട്രാൻസ്പെറൻ്റ് ആക്കാനും വേണ്ടിയിട്ട് ICT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളിനെ കൂടുതലായിട്ടും യൂസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇവിടെ എ നാഷണൽ ടാസ്ക് ഫോഴ്സ് ഓൺ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് വാസ് ഓൾസോ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ മെയ് 1998. ഓക്കെ, NFT എന്ന് പറഞ്ഞിട്ടുള്ള അതെന്താണ്, അത് ഫുൾ ഫോം എന്താണ്, നാഷണൽ ടാസ്ക് ഫോഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഓൺ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. ഓക്കെ, ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിട്ട് ആര് കാണാൻ തുടങ്ങി, ഗവൺമെന്റ് കാണാൻ തുടങ്ങി. അത് ഒരു ടൂളായിട്ട് ഗവൺമെന്റിന്റെ കാര്യങ്ങൾ, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ഒന്നും കൂടി എഫിഷ്യൻ്റ് ആയിട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടും നടക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടൂളായിട്ട് ഇതിനെ, ഈ ഒരു ICTയെ ഗവൺമെന്റ് കാണാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു NFT-യുമായി ബന്ധപ്പെട്ട് വരുന്നത്. ദെൻ അടുത്തത് നോക്കാം, 2000 വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അല്ലേ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, ഇന്ത്യൻ ഗവൺമെന്റ് IT ആക്ട് 2000 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട് അനൗൺസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു ആക്ട് വന്നതോട് കൂടിയിട്ട് എന്ത് സംഭവിച്ചു, ഈ നിയമം, അതായത് ഒരു ആക്റ്റാണ്, ഒരു നിയമമാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ ഡിജിറ്റലായി നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും എല്ലാ ഇ ഗവേണൻസ് പദ്ധതികൾക്കും എന്ത് ചെയ്തു, നിയമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നിയമപരമായിട്ടുള്ള ഒരു അംഗീകാരം ഈ IT ആക്ട് 2000 വഴി ലഭിച്ചു.
അപ്പൊ നമുക്ക് നിയമത്തിന്റെ ഒരു സപ്പോർട്ടും കൂടെ കിട്ടി ഈ ഓൺലൈൻ സർവീസ് ചെയ്യുന്നതിനും, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസ് നമ്മുടെ ഭരണകാര്യങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യുന്നതിനും അത് ഉപയോഗിച്ച് നമ്മൾ ട്രാൻസാക്ഷൻസ് നടത്തുന്നതിനുമൊക്കെ IT ആക്ട് വഴി നമുക്ക് എന്ത് ചെയ്തു, ഒരു നിയമപരമായിട്ടുള്ള ഒരു സപ്പോർട്ടും കൂടെ കിട്ടി. ഓക്കെ, ദെൻ അടുത്തത് നോക്കാം. 2006 നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ. ഓക്കെ, NEGP, നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? 2006 ഈ ഒരു പ്ലാൻ വന്നത്. ഇതൊരു പദ്ധതിയാണ് അല്ലെ, നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള അത് അനൗൺസ് ചെയ്തു. ഇതിലെ ഈ ഒരു പ്ലാനിലെ അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിലെ 27 മിഷൻ മോഡ് ഓഫ് പ്രൊജക്ട് അടങ്ങിയിട്ടുണ്ട്. അതായത് ഇതൊരു പദ്ധതിയാണ്. ഈ ഒരു പദ്ധതിയിലെ 27 മിഷൻ മോഡ് ഓഫ് പ്രൊജക്റ്റും അതേപോലെ തന്നെ 8 പ്രധാനപ്പെട്ട ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഏത്? ഈ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. ഓക്കെ, അപ്പൊ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. ഈ പദ്ധതിയുടെ അണ്ടറിൽ വരുന്നതാണ് നമ്മുടെ ഈ പാസ്പോർട്ട് സേവാ പ്രൊജക്റ്റ് ഒക്കെ ഉണ്ടല്ലോ അല്ലെ. അപ്പൊ അത് ഈ എന്താണ് നമ്മുടെ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ എന്ന് പറഞ്ഞ പദ്ധതിയുടെ അണ്ടറിൽ വരുന്ന ഒരു പദ്ധതിയായിരുന്നു. ഓക്കെ, അത് വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. ഏത്? നമ്മുടെ പാസ്പോർട്ട് സേവാ പ്രൊജക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പദ്ധതികളിൽ ഒന്നാണ് പാസ്പോർട്ട് സേവാ പ്രൊജക്ട് അല്ലെ. അതായത് ഇത് വഴി ഈ ഒരു പദ്ധതി വഴി ജനങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്പോർട്ട് ലഭിക്കുന്നതിനുള്ള വഴികൾ വന്നു അല്ലെ. അതായത് എഫിഷ്യൻ്റ് ആയിട്ടും ഈസി ആയിട്ടും പാസ്പോർട്ട് കിട്ടാനുള്ള ഒരു പദ്ധതിയായിരുന്നു ഈ പാസ്പോർട്ട് സേവാ പ്രൊജക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പാസ്പോർട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രൊസീജിയറുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഈ പാസ്പോർട്ട് സർവീസസുകൾ അല്ലെങ്കിൽ നമ്മൾ ഇതിലെ ഈ പാസ്പോർട്ട് കേന്ദ്രങ്ങൾ വഴി നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്, ഒരു ഓട്ടോമേഷൻ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യും, ജനങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്പോർട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ഈസി ആയിട്ട് അവരിലേക്ക് എത്തിക്കാനും പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം, നമുക്ക് ഈ പാസ്പോർട്ട് സേവാ പ്രൊജക്ട് എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ ഒരു ബെസ്റ്റ് പ്രൊജക്ട് ആയിരുന്നു അല്ലെ ഇത്. അതായത് ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ്? സ്മൂത്ത് ഡെലിവറി ഓഫ് പാസ്പോർട്ട് ടു ഇന്ത്യൻ സിറ്റിസൺ അല്ലെ. ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് വെരി ഈസി ആയിട്ട് പാസ്പോർട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഈ പാസ്പോർട്ട് നമുക്കറിയാം ഇതൊരു മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വകുപ്പിൽ പെടുന്ന കാര്യമാണിത് അല്ലെ. അപ്പോൾ ഇവര് ഈ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും ടാറ്റ കൺസൾട്ടൻസി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈവറ്റ് കമ്പനിയും കൂടെ ഒരുമിച്ച് ചേർന്നാണ് ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുവന്നത് അല്ലെ. അതായത് ഒരു PPP പ്രൊജക്റ്റ് ആയിരുന്നു ഇത്. അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് പദ്ധതി ആയിരുന്നു ഇത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിൽ എന്താണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ ഇന്ത്യൻ ജനങ്ങൾക്ക് പാസ്പോർട്ട് സേവനങ്ങൾ എളുപ്പത്തിൽ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യുന്നത്? പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊസീജിയേഴ്സിലും ഒരു ഓട്ടോമേഷൻ കൊണ്ടുവരിക അല്ലെ. അതായത് ഇപ്പോൾ പാസ്പോർട്ടുമായി എന്തെങ്കിലും പാസ്പോർട്ട് വഴി നമുക്കിപ്പോൾ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ പാസ്പോർട്ട് സേവാ ലഘു കേന്ദ്രങ്ങൾ, പാസ്പോർട്ട് ഓഫീസുകൾ, പോലീസ്, ഇന്ത്യൻ സെക്യൂരിറ്റി, ഇങ്ങനെയുള്ള മറ്റുള്ള ഘടകങ്ങളൊക്കെ അടങ്ങിയതാണ് എന്ത് ഈ പാസ്പോർട്ട് എന്ന് പറയുന്നത് അല്ലെ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പാസ്പോർട്ടിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം, അതിന്റെ വെരിഫിക്കേഷൻ കഴിയണം, എന്നിട്ട് പിന്നെ നമ്മൾ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ കഴിയണം. ഇതൊക്കെ കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക? പാസ്പോർട്ട് കിട്ടുക അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളെയും പരസ്പരം കണക്ട് ചെയ്യിപ്പിച്ചിട്ട് ഒരു ഓട്ടോമേഷൻ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി യൂസ് ചെയ്ത് ഒരു ഫുള്ളായിട്ടും ഒരു ഓട്ടോമാറ്റിക് ആക്കിയ പാസ്പോർട്ടിന്റെ പ്രൊസീജിയേഴ്സിന് മൊത്തത്തിൽ ഒരു ഓട്ടോമാറ്റിക് സംവിധാനത്തിലാക്കിക്കൊണ്ട് ഇന്ത്യൻ ജനങ്ങളിലേക്ക് ഈസി ആയിട്ട് പാസ്പോർട്ട് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നു പാസ്പോർട്ട് സേവാ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 1990 മുതൽ അതുപോലെ 90 മുതൽ
2006 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് അടുത്തത് നോക്കാം. 2008 മുതൽ 2013 വരെയുള്ള കാലഘട്ടം എങ്ങനെയായിരുന്നു എന്ന്. ഓക്കെ, 2008 മുതൽ 2013 വരെയുള്ള കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് ഈ ഗവേണൻസിന്റെ എവല്യൂഷൻ സ്റ്റേജസ് വരുന്നത് എന്ന് നോക്കാം. 2008 അമെൻമെന്റ് ഓഫ് IT ആക്ട് 2000. നമ്മൾ പറഞ്ഞു IT ആക്ട് 2000 വന്നു അല്ലേ. അതായത് IT ആക്ട് വന്നതോട് കൂടിയിട്ട് നമുക്ക് ഈ എന്ത് ചെയ്തു, ഈ നമ്മുടെ ഓൺലൈൻ വഴി അല്ലെങ്കിൽ ഈ ഗവേണൻസിന് ഒരു നിയമപരമായിട്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെന്ത് ചെയ്തു, 2008 ആയപ്പോഴേക്കും ഇതിനൊന്നും കൂടി അമെൻഡ് ചെയ്തു. ഓക്കെ, ഒന്നും കൂടി പരിഷ്കരിച്ചു അല്ലെ, അതിനൊന്നും കൂടി ഭേദഗതി വരുത്തി. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭേദഗതികൾ വരുത്തിയത്? നമുക്കിപ്പോൾ ഇലക്ട്രോണിക് സിഗ്നേച്ചർ അല്ലെ, ഇലക്ട്രോണിക് സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്ത് ചെയ്തു, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പുറത്തിറക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് ഒരു അനുമതി ഈ നിയമം നൽകി. അതേപോലെ തന്നെ ഈ സൈബർ അറ്റാക്സുകൾ അല്ലെ, പല രീതിയിലുള്ള സൈബർ അറ്റാക്സുകൾ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് എന്ത്, നമ്മുടെ ഈ ഇന്റർനെറ്റും അതുപോലെ തന്നെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടുള്ള ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അങ്ങനെയില്ല അല്ലെ. അപ്പൊ ഒഫെൻസീവും എന്തൊക്കെയാണ് ഈ സൈബർ ക്രൈം എന്ന് പറയുമ്പോൾ? ഒഫെൻസീവ് മെസ്സേജ്, അതുപോലെ തന്നെ ചൈൽഡ് പോൺ, അതുപോലെ തന്നെ സൈബർ ടെററിസം അല്ലെ. അങ്ങനെയുള്ള ഈ സൈബർ അറ്റാക്കുകൾക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ശിക്ഷ കൊണ്ടുവരാൻ ഈ ഒരു നിയമം പാസ്സാക്കി അല്ലെ. അതായത് ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകൾക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു ശിക്ഷാ നിയമങ്ങൾ ഈ ആക്ട് വഴി കൊണ്ടുവരാൻ പറ്റി. അതായത് 2008 എന്താണ് സംഭവിച്ചത്? IT ആക്ട് 2000 അമെൻമെന്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് അമെൻമെന്റ് ചെയ്തത്? ഡിജിറ്റൽ സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ ഇറക്കാൻ സർക്കാരിനെ അനുവദിച്ചു. രണ്ടാമത്തതോ, ഈ ഡിജിറ്റൽ അറ്റാക്കുകൾ അല്ലെങ്കിൽ സൈബർ ക്രൈമുകളുമായി ബന്ധപ്പെട്ട് അതിനെ തടയാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ എന്തെങ്കിലും ക്രൈമുകൾ നടക്കുമ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള അനുമതികളും ഈ ഒരു അമെൻമെന്റ് ആക്ട് വഴി കിട്ടി. ഓക്കെ, ഇനി ഇതന്നെ അതേപോലെ തന്നെ 2008 വന്നിട്ടുള്ള മറ്റൊരു കാര്യമാണ് NSDG അല്ലെ. NSDG എന്ന് പറയുമ്പോൾ നാഷണൽ സർവീസ് ഡെലിവറി ഗേറ്റ്വേ. എന്താ ഇത് പറയുന്നത്? അതായത് ഇത് ഒരു സ്റ്റാൻഡേർഡ് അടിസ്ഥാനത്തിലുള്ള മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകളാണ്. അതായത് ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ സുരക്ഷിതമായി ഡാറ്റ കൈമാറ്റം നടത്താനും അതേപോലെ തന്നെ എല്ലാ ഇടപാടുകളും എല്ലാ ട്രാൻസാക്ഷൻസും ട്രാക്ക് ചെയ്യാനും കഴിയുന്ന ഒരു ഡിജിറ്റൽ സംവിധാനമാണ് നമ്മുടെ ഈ ഒരു നാഷണൽ സർവീസ് ഡെലിവറി ഗേറ്റ്വേ. അതായത് ഒരു സ്റ്റാൻഡേർഡ് അടിസ്ഥാനത്തിലുള്ള ഒരു മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമാണ്. അതെന്താണ് ചെയ്യുന്നത്? സർക്കാർ ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ സേഫായിട്ട് ഡാറ്റകൾ കൈമാറാനും പിന്നെ അതുപോലെ തന്നെ എല്ലാ ഇടപാടുകളും ട്രാക്ക് ചെയ്യാനും അതിൻ്റെ ടൈം രേഖപ്പെടുത്താതെ എപ്പോഴാണ് ഈ ഒരു ട്രാൻസാക്ഷൻസ് നടന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാനും ഉള്ള ഒരു ഡിജിറ്റൽ സംവിധാനമാണ് എന്ത് NSDG എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അടുത്തത് അഡോപ്ഷൻ ഓഫ് ICTs അല്ലെ. അതായത് അടുത്തത് എന്താണ്? 2012 അല്ലെ, 2012 നാഷണൽ പോളിസി ഓൺ IT അല്ലെ. അതായത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി നാഷണൽ പോളിസി. എന്താ ഇവിടെ പറയുന്നത്? ഇന്ത്യൻ സർക്കാർ ദേശീയ IT നയം, അതായത് നാഷണൽ പോളിസി ഓൺ IT, അതായത് അതുവഴി നാഷണൽ പോളിസി ഓൺ IT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവഴി എന്ത് ചെയ്തു? ICTയെ അഡോപ്റ്റ് ചെയ്തു. നാഷണൽ പോളിസി ഓൺ IT അല്ലെ. ഓക്കെ, നാഷണൽ പോളിസി ഓൺ IT. അതായത് ഈ IT നയം, അതായത് നാഷണൽ ഒരു IT നയം ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. അപ്പൊ ഇതിന്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പോളിസി പ്രഖ്യാപിച്ചതിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവിടെ പറയുന്നത് നോക്കൂ. ഈ ഒരു 10 millions ഓഫ് അഡീഷണൽ ICT സ്കില്ലഡ് മാൻ പവർ അല്ലെ. അതായത് 10 millions ഓഫ് IT വിദഗ്ധരെ സൃഷ്ടിക്കാനും അതേപോലെ തന്നെ രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും ICT അഡോപ്റ്റ് ചെയ്യാനുമാണ് ഈ ഒരു പോളിസി കൊണ്ടുവന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ 2013 GI ക്ലൗഡ്, മേഘ്രാജ് എന്ന് പറഞ്ഞിട്ടുള്ള GI ക്ലൗഡ്,
അതായത് മേഘരാജ് എന്ന പേരിൽ ഗവൺമെന്റ് എന്ത് ചെയ്തു? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്രൊജക്ട് ആരംഭിച്ചു. ഓക്കെ, അതായത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണെന്ന് നമുക്കറിയാം. ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസ് ഗവൺമെന്റിന്റെ ഭരണവ്യവസ്ഥകളിലേക്ക് കൊണ്ടുവരാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഈ മേഘരാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി. ഓക്കെ, ദെൻ ഇനി അടുത്തത് പറയുന്നത് 2013 അടുത്തൊരു വന്നിട്ടുള്ളതാണ് മൊബൈൽ സേവ പദ്ധതി. അതായത് 2013 മൊബൈൽ സേവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദേശീയ മൊബൈൽ ഗവേണൻസ് പദ്ധതി ആരംഭിച്ചു. ഓക്കെ, അപ്പൊ ഇതിന്റെ ലക്ഷ്യം എന്തായിരിക്കും? മൊബൈൽ ടെക്നോളജി യൂസ് ചെയ്തിട്ട് എല്ലാവർക്കും ഗവൺമെന്റിന്റെ സർവീസസുകൾ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി വന്നിട്ടുള്ളത് അല്ലെ. അതായത് ഇപ്പൊ നമ്മൾ SMS, USSD, ലൊക്കേഷൻ ബേസ്ഡ് സർവീസസ്, ആപ്പ്, ഇതൊക്കെ മൊബൈൽ വഴി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു മൊബൈൽ സേവാ പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ ഇനി അടുത്തത് പറയാൻ പോകുന്നത് 2014 മുതൽ 2015 വരെയുള്ള കാലഘട്ടമാണ് അല്ലെ. 2014 to 2015. ഓക്കെ, അപ്പൊ 2014 വന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് MyGovernment.in അല്ലെ. അതായത് MyGovernment.in അല്ലെ. അതെന്താണ്? ഇതൊരു ഗവൺമെന്റും അതുപോലെ തന്നെ പബ്ലിക്കിന്റെയും ഒരു പാർട്ടിസിപ്പേഷൻ പ്ലാറ്റ്ഫോമാണ് അല്ലെ. ഇത് വന്നത് 2014 ജൂലൈ 26 ഇത് വന്നത്. ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റും പബ്ലിക്കും സിറ്റിസണും തമ്മിൽ നേരിട്ട് ഒരു ബന്ധം സ്ഥാപിച്ച് രാജ്യത്തിന്റെ ഡെവലപ്മെന്റിലും അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളിലും ഈ പബ്ലിക്കിനെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മൈ ഗവൺമെന്റ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു മൈ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ www.mygovernment.in എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം വഴി എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഭരണകാര്യങ്ങളിൽ പങ്കാളികളാവാനും കഴിയും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ വെറും ഒരു നമ്മുടെ ഐഡിയകൾ പങ്കിടാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമല്ല അല്ലെ. അതായത് നമ്മുടെ ഈ സിറ്റിസൺസിന് എന്ത് ചെയ്യുന്നു? അവരുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പല ഗ്രൂപ്പുകൾ വഴി അവർക്ക് പങ്കിടാൻ പറ്റും. ഓക്കെ, അപ്പൊ മൈ ഗവൺമെന്റിലെ ഒരു 70 ഗ്രൂപ്പുകൾ ഉണ്ട്. സർക്കാരിന്റെ പല ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 70 ഗ്രൂപ്പുകളോളം ഈ മൈ ഗവൺമെന്റിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ഗ്രൂപ്പിനും എന്ത് ചെയ്യാണ്? ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്ത്? സിറ്റിസൺസിനെ ഗവൺമെന്റിന്റെ കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു വെബ്സൈറ്റ് വഴി ഗവൺമെന്റുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സിറ്റിസൺസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സിറ്റിസൺസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം. അതിൽ 3 രീതിയിലെ 3 പ്രവർത്തന മാർഗങ്ങൾ വഴി ഒരു വ്യക്തിക്ക് ഗവൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം. ഒന്നാമത്തതാണ് ഡു അല്ലെ. ഡു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്ത് പൗരന്മാർക്ക് അല്ലെങ്കിൽ സിറ്റിസൺസിന് എന്ത് ചെയ്യാൻ പറ്റും? ഓൺലൈൻ ആൻഡ് ഓൺ ഗ്രൗണ്ട് ടാസ്കുകൾ, അതായത് ഗവൺമെന്റുമായി നേരിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം. ഓൺലൈൻ ആൻഡ് ഓൺ ഗ്രൗണ്ട് ടാസ്കുകൾ ആയി, ഓൺലൈനായിട്ടും ഓൺ ഗ്രൗണ്ട് ടാസ്കുകളായിട്ടും ഗവൺമെന്റിന് വേണ്ടിയിട്ട് നേരിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലെ. നമ്മളിപ്പോൾ പറയാറില്ലേ, ഇപ്പോൾ പോസ്റ്റർ നിർമ്മിക്കുക അല്ലെങ്കിൽ മറ്റ് സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന് വേണ്ടിയിട്ട് ചെയ്യാം. ഓക്കെ, ദെൻ രണ്ടാമത്തതാണ് ഡിസ്കസ് അല്ലെ. ഒന്നാമത്തത് ഡു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാണ്? ഈ ഓൺലൈൻ ഗ്രൗണ്ട് ടാസ്കുകൾ ഗവൺമെന്റിന് വേണ്ടിയിട്ട് ആര് ചെയ്യുന്നു? ജനങ്ങൾ ചെയ്യുന്നു. ഡിസ്കസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു തീം അല്ലെങ്കിൽ ഒരു ഐഡിയ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് ചെയ്യാണ്? ചർച്ചകൾ വെക്കുക. അപ്പൊ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? സിറ്റിസൺസിന് അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഇതെന്താണ്? ഒരു പബ്ലിക് കൺസൾട്ടേഷൻ ആണ് അല്ലെ. പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടാനുള്ള ഒരു ഓപ്പൺ ഫോറങ്ങൾ വഴി എന്ത് ചെയ്യുന്നു? ഈ ഡിസ്കഷൻ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കാൻ പറ്റും. ഓക്കെ, അതിനുള്ള ഒരു സംവിധാനമാണിത് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തതാണ് ഡിസമിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ ഇവിടെ നമ്മുടെ
ഡിസമിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ ഇൻഫർമേഷൻ, ഇതൊക്കെ എന്താണ് ഈ ബ്ലോഗുകൾ, ന്യൂസ് ലെറ്ററുകൾ, ടോക്സ് എന്നിവ വഴി അവതരിപ്പിക്കാൻ പറ്റും അല്ലെ. ഈ ടോക്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഡയലോഗ് വിത്ത് ഡിസിഷൻ മേക്കേഴ്സ് വഴി ഈ ജനങ്ങൾക്ക് ഈ മറ്റു മിനിസ്റ്റേഴ്സ് വഴിയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ മറ്റു ഉദ്യോഗസ്ഥർ വഴിയോ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ജനങ്ങളും ഗവൺമെന്റും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ അല്ലെ, അതായത് ജനങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ മൈ ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ അതേപോലെ തന്നെ 2015 വന്നതാണ് ഈ ക്രാന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി, ഈ ക്രാന്തി അല്ലെ. അതായത് ഇത് നമുക്ക് പറയാം നാഷണൽ ഇ ഗവേണൻസ് പ്ലാനിന്റെ ഒരു വേർഷൻ 2.0 ആണെന്ന് പറയാം. ഓക്കെ, അതായത് നാഷണൽ ഇ ഗവേണൻസ് പ്ലാനിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതിന്റെ ഒരു വേർഷൻ 2.0 ആണെന്ന് പറയാം. എന്താണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്, അതായത് നമ്മൾ ഈ ക്രാന്തിയിലൂടെ ഇതിന്റെ ഒരു വിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫോമിംഗ് ഇ ഗവേണൻസ് ഫോർ ട്രാൻസ്ഫോമിംഗ് ഗവേണൻസ്. ഓക്കെ, എന്താ ഇവിടെ പറയുന്നത്, അതായത് അതായത് ഭരണത്തെ മാറ്റുക, ട്രാൻസ്ഫോം ചെയ്യുക, എന്തിനു വേണ്ടിയിട്ട്, അതായത് ആൻഡ് ട്രാൻസ്ഫോമിംഗ് ഇ ഗവേണൻസ് അല്ലെ, ഇ ഗവേണൻസിനെ പരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ഇ ഗവേണൻസിലേക്ക് പരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ഈ ഒരു പദ്ധതി പ്രകാരം ഒരു 44 മിഷൻ മോഡ് ഓഫ് പ്രൊജക്ട് ഈ ക്രാന്തിയിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്, ഈ ഒരു 2014 to 2015 അല്ലെ, 2014 മൈ ഗവൺമെന്റ്.in എന്ന് പറഞ്ഞ പദ്ധതി വന്നു, 2015 ഈ ക്രാന്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതി വന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ എന്താണ് ഒരു എവല്യൂഷൻ സ്റ്റേജ്. ഓക്കെ, ദെൻ 2015 മുതൽ എന്ത് വന്നു, ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി വന്നു. ഓക്കെ, 2015 മുതൽ ഡിജിറ്റൽ ഇന്ത്യ. എന്താണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇന്ത്യയെ ഒരു ഡിജിറ്റലൈസ്ഡ് ആക്കി മാറ്റുക, ഇന്ത്യയെ ഒരു എംപവർമെന്റ്, ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു ശക്തിയാക്കി മാറ്റുക, അതായത് ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും ഡിജിറ്റലൈസ്ഡ് ആക്കി മാറ്റുക. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്ത്, നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഡിജിറ്റൽ ഇന്ത്യനെ കുറിച്ചൊന്ന് പറഞ്ഞു അല്ലെ. അതായത് 2015 മുതൽ വന്നിട്ടുള്ള ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ. എന്താണ് ഇതിന്റെ ഈ ഒരു 2015 വന്നിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് നോക്കൂ. ഇറ്റ് ഈസ് എ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ഓഫ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. വിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ടു ട്രാൻസ്ഫോം ഇന്ത്യ ഇൻ ടു ഡിജിറ്റലി എംപവേർഡ് സൊസൈറ്റി ആൻഡ് നോളജ് എക്കണോമി അല്ലെ. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആണെന്ന് പറഞ്ഞു. ഈ ഒരു പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്താണ്, ട്രാൻസ്ഫോം ഇന്ത്യ ഇൻ ടു എ ഡിജിറ്റലി എംപവേർഡ് സൊസൈറ്റി ആൻഡ് നോളജ് എക്കണോമി അല്ലെ. അതായത് ഇന്ത്യയെ ഒരു ഡിജിറ്റൽ ശക്തിയുള്ള ഒരു സമൂഹമാക്കി മാറ്റുക. ഓക്കെ, അതിനോടൊപ്പം തന്നെ അവർക്ക് ഡിജിറ്റൽ നോളജ് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇന്ത്യയിലെ മൊത്തത്തിൽ ഡിജിറ്റലൈസ്ഡ് ആക്കുക. ഓക്കെ, അതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മളിപ്പോ ഒരു പദ്ധതി കൊണ്ടുവരികയാണ്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്ത്, ഡിജിറ്റലി നമ്മൾ എന്ത് ചെയ്യണം, ഇന്ത്യയെ മുഴുവനായിട്ടും ഒരു ഡിജിറ്റലൈസ്ഡ് ആക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ ഒക്കെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നു, എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇന്ത്യയിലെ മൊത്തം കാര്യങ്ങളെ ഡിജിറ്റലൈസ്ഡ് ആക്കിയിട്ട് ട്രാൻസ്ഫോർമേഷൻ നടത്തുക എന്ന് പറയുമ്പോൾ പോസിബിൾ ആണോ? ഇല്ല. ഈ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വിഷൻസ് അല്ലെങ്കിൽ ഈ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി ആര് ചെയ്യേണ്ടി വരും, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രൊജക്ടിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു പ്രൊജക്ടിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം ഒരു 3 വിഷൻസ്, അവരുടെ ഡിജിറ്റൽ ഇന്ത്യയുടെ പ്രോഗ്രാമിന്റെ 3 വിഷൻസിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തതാണ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ യൂട്ടിലിറ്റി ടു എവറി സിറ്റിസൺ
അല്ലെ? നമുക്കിപ്പോ ഇങ്ങനെ നമ്മൾ എന്താണ് ഡിജിറ്റലൈസ്ഡ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? ഇന്ത്യയിലെ ഈ ഡിജിറ്റലൈസ്ഡ് ആക്കാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന ഡിജിറ്റൽ സൗകര്യങ്ങൾ എല്ലാ പൗരന്മാർക്കും കിട്ടണം, അല്ലെ? അതായത് എല്ലാ സിറ്റിസൺസിനും എന്ത് വേണം? ഉയർന്ന അല്ലെങ്കിൽ ഹൈ സ്പീഡ് ഉള്ള ഒരു ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ലഭ്യമാക്കണം. എങ്കിലല്ലേ നമ്മൾ ഇങ്ങനെ ഡിജിറ്റലൈസ്ഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ കാര്യമുള്ളൂ, അല്ലെ? അല്ലാതെ നമുക്ക് ഇന്റർനെറ്റ് സർവീസ് പലയിടങ്ങളിലും ലഭിക്കാതെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഡിജിറ്റലൈസ്ഡ് ആക്കാൻ എന്തെങ്കിലും കാണിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് അതിനൊരു കറക്റ്റ് ഡിജിറ്റലൈസ്ഡ് ആക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വേണം, അല്ലെ? അതിൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കാര്യം ഡിജിറ്റലൈസ്ഡ് ആക്കുക എന്നുള്ളതിന് ഇതിന്റെ മെയിൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താ? ഇന്റർനെറ്റ് സൗകര്യങ്ങൾ വേണം. രാജ്യത്തിന്റെ എല്ലാ ഇടങ്ങളിലും ഹൈ ക്വാളിറ്റി ഉള്ള ഹൈ സ്പീഡ് ഉള്ള ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ഈ സിറ്റിസൺസിന് ലഭ്യമാക്കി കൊടുക്കണം, അല്ലെ? അപ്പൊ അതാണ് ഒന്നാമത്തത്. അപ്പൊ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ യൂട്ടിലിറ്റി ടു എവരി സിറ്റിസൺ. ഓക്കെ, അതേപോലെ തന്നെ എന്ത് വേണം? ഈ ഡിജിറ്റൽ ഐഡന്റിറ്റി, മൊബൈൽ കണക്ടിവിറ്റി, ബാങ്ക് അക്കൗണ്ട് എന്നിവയിലൂടെ ഓരോരുത്തരെയും ഈ ഡിജിറ്റൽ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിലേക്ക് ഉൾപ്പെടുത്തണം. ഓക്കെ, ഡിജിറ്റൽ ഐഡന്റിറ്റി, മൊബൈൽ കണക്ടിവിറ്റി, ബാങ്ക് അക്കൗണ്ടിങ്, അല്ലെ? ഇവയൊക്കെ വഴി എന്ത് ചെയ്യാണ്? ഈ ഓരോ വ്യക്തികളെയും നമ്മൾ ഈ ഡിജിറ്റലൈസ്ഡ് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിലൂടെ ഈ സിറ്റിസൺസിന് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ സർവീസസ് ഒക്കെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഡിജിറ്റൽ ഇന്ത്യയുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫോമിങ് ഇന്ത്യ ഇൻ ടു എ ഡിജിറ്റലി എംപവേർഡ് സൊസൈറ്റി, അല്ലെ? അപ്പൊ അങ്ങനെ ആക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം? ഇന്ത്യയിൽ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. ഹൈ ക്വാളിറ്റി ഉള്ള ഹൈ സ്പീഡ് ഉള്ള ഇന്റർനെറ്റ് കണക്ഷൻ വേണം. അതേപോലെ തന്നെ മൊബൈൽ കണക്ടിവിറ്റി, ഡിജിറ്റൽ ഐഡന്റിറ്റി, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിങ് എന്നിവയിലൂടെ ഡിജിറ്റൽ സിസ്റ്റത്തിലേക്ക് ഓരോ വ്യക്തിയെയും നമ്മൾ കണക്ട് ചെയ്യിപ്പിക്കണം. ദെൻ മൂന്നാമത്തത് എന്താ പറയുന്നത്? ഡിജിറ്റൽ ട്രാൻസാക്ഷൻസും എല്ലാ സർവീസസും ജനങ്ങളിലേക്ക് പെട്ടെന്ന് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഈ ഒരു പദ്ധതി പ്രകാരം കൊണ്ടുവരണം. അപ്പൊ ഒന്നാമത്തെ വിഷനാണ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ യൂട്ടിലിറ്റി ടു എവരി സിറ്റിസൺ. രണ്ടാമത്തെ നോക്കൂ, ഗവൺമെന്റ് ആൻഡ് സർവീസ് ഓൺ ഡിമാൻഡ്. ഗവൺമെന്റ് ആൻഡ് സർവീസ് ഓൺ ഡിമാൻഡ് രണ്ടാമത്തെ ഒരു വിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. ഇവിടെ എന്താണ്? അതായത് ഗവൺമെന്റ് നൽകുന്ന എല്ലാ സർവീസസുകളും, അല്ലെ, ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ഡോക്യുമെന്റുകളും സർട്ടിഫിക്കറ്റ്സുകളും ഒരു റിയൽ ടൈമിൽ ഈ സിറ്റിസൺസിന് ലഭ്യമാക്കി കൊടുക്കുക. ഓക്കെ, അതായത് ഈ ഗവൺമെന്റിന്റെ സർവീസസുകളെ ഒരു ക്ലൗഡ് അടിസ്ഥാനത്തിലുള്ള ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടും മൊബൈൽ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്തുകൊണ്ടും ഈ സിറ്റിസൺസിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, ദാറ്റ് മീൻസ് ഗവൺമെന്റ് സർവീസസ് സിറ്റിസൺ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാർക്കും ഒരൊറ്റ ക്ലിക്കിലൂടെ കിട്ടുന്ന രീതിയിൽ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ ആർക്ക് കഴിയണം? ഗവൺമെന്റിന് കഴിയണം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ വിഷൻ അതാണ്. മൂന്നാമത്തെ വിഷൻ എന്താണ്? ഡിജിറ്റൽ എംപവർമെന്റ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺ, അല്ലെ? ഡിജിറ്റൽ എംപവർമെന്റ് ഓഫ് ദി സിറ്റിസൺസ്, അല്ലെ? അതെന്താണ് ഇവിടെ പറയുന്നത്? നമ്മളിപ്പോ ഹൈ സ്പീഡുള്ള ഇന്റർനെറ്റ് കൊടുത്തു, ഗവൺമെന്റിന്റെ സർവീസസ് ഒക്കെ ഓൺലൈൻ വഴി ജനങ്ങളിലേക്ക് ലഭ്യമാക്കാൻ തുടങ്ങി. ഇത് മാത്രം മതിയോ? എന്തും കൂടെ വേണം. അതായത് ഈ സിറ്റിസൺസിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളെ കുറിച്ച് അവർക്കൊരു നോളജ് ഉണ്ടാക്കി കൊടുക്കണം. അവരതിനെ കുറിച്ച് ബോധവാന്മാരാക്കണം. അവർക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുക്കണം. അവർക്ക് അതിനുള്ള നോളജ് കൊടുക്കണം. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ പറയുന്നത് ഓരോ വ്യക്തിയുടെയും ഓരോ പൗരന്മാരുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പരിഗണിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഡിജിറ്റൽ പദ്ധതികൾ രൂപപ്പെടുത്തേണ്ടത്. ഓക്കെ, അപ്പൊ അതിനോടൊപ്പം തന്നെ ഈ പൗരന്മാർക്ക് അല്ലെങ്കിൽ സിറ്റിസൺസിന് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളെ കുറിച്ച് ഉള്ള ഒരു അവയർനെസ് ക്ലാസ്സും അവർക്ക് അതിനുള്ള ട്രെയിനിങ്ങും നോളജും ഒക്കെ ലഭ്യമാക്കി കൊടുക്കണം. എങ്കിലല്ലേ അവർ ഈ ഒരു ഫീൽഡിലേക്ക് വരികയുള്ളൂ, അല്ലെ? അപ്പൊ ഇതാണ് ഈ ഒരു പദ്ധതിയുടെ 3 വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഈ ഡിജിറ്റൽ ഇന്ത്യയുടെ 9 പില്ലേഴ്സ്, ഈ 3 വിഷൻ നമുക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യണം. ഓക്കെ, എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? ഒന്നാമത്തതാണ് ബ്രോഡ്ബാൻഡ് ഹൈവേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്ത്?
അതായത് ഗ്രാമപ്രദേശങ്ങളിലും അതായത് രാജ്യത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ഹൈ സ്പീഡുള്ള ഇന്റർനെറ്റ് ലഭ്യമാക്കി കൊടുക്കുക. ദെൻ യൂണിവേഴ്സൽ ആക്സസ് മൊബൈൽ കണക്ടിവിറ്റി, അല്ലെ, അതായത് നമുക്കിത് മൊബൈലുമായിട്ടൊരു എല്ലാ പൗരന്മാർക്കും മൊബൈൽ കണക്ടിവിറ്റി ഉണ്ടാവുമ്പോഴാണ് ഈ ഒരു ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പദ്ധതി പൂർണ്ണമാവുകയുള്ളൂ. അപ്പൊ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ദെൻ മൂന്നാമത്തത് പബ്ലിക് ഇന്റർനെറ്റ് ആക്സസ് പ്രോഗ്രാം, അല്ലെ, അതായത് ഇപ്പൊ ഇവിടെ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലെ, അതായത് ഇപ്പൊ ഗ്രാമപ്രദേശങ്ങളായിക്കോട്ടെ അർബൻ ഏരിയ ആയിക്കോട്ടെ, അവിടെയൊക്കെയുള്ള പൊതുജനങ്ങൾക്ക് പബ്ലിക്കിന് സൗജന്യമായിട്ട് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാനുള്ള സർവീസ് സെന്റേഴ്സുകൾ ഒരുക്കി കൊടുക്കുക. അതാണ് മൂന്നാമത്തതിൽ പറയുന്നത്. ദെൻ ഇ ഗവേണൻസ് റീഫോമിങ്, അല്ലെ, അതായത് ഇ ഗവേണൻസ് റീഫോമിങ്, അതായത് ത്രൂ ടെക്നോളജി. എന്താ ഇവിടെ പറയുന്നത്? സാങ്കേതിക വിദ്യ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ ഒന്നും കൂടെ ഒന്ന് റീഫോം ചെയ്യുക, അല്ലെ, ഒന്നും കൂടി ഒന്ന് നമ്മൾ പറയില്ലേ മാറ്റിപ്പിടിക്കുക, അല്ലെ, അതായത് ഇതുവരെയുള്ള സിസ്റ്റങ്ങളൊക്കെ മാറ്റി പുതിയ പുതിയ ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഭരണ സംവിധാനങ്ങൾ ഒന്ന് റീഫോം ചെയ്യുക. ദെൻ അടുത്തത് പറയുന്നത് എന്താണ്? ഈ ക്രാന്തി ഇലക്ട്രോണിക് ഡെലിവറി ഓഫ് സർവീസ്, അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ക്രാന്തി എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അല്ലെ. ആ ഒരു പദ്ധതി വഴി എന്ത് ചെയ്യുന്നു? സർക്കാർ സേവനങ്ങൾ, ഗവൺമെന്റിന്റെ സർവീസസ് ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ പബ്ലിക്കിന് നൽകുക. ഓക്കെ, ദെൻ അടുത്തത് നോക്കൂ, ഇൻഫർമേഷൻ ഫോർ ഓൾ, അല്ലെ, നമ്മളിപ്പോ ഇവിടെ ഗവൺമെന്റ് എന്തെങ്കിലും ഒരു സർവീസോ ഗവൺമെന്റിന്റെ ഇൻഫർമേഷനോ ഇന്ത്യയിലുള്ള രാജ്യങ്ങളിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കണം. ഓക്കെ, എല്ലാ പൗരന്മാർക്കും എല്ലാ ജനങ്ങൾക്കും ഓരോ വ്യക്തികൾക്കും എന്ത് ചെയ്യണം? സർക്കാരിന്റെ വിവരങ്ങളും സർക്കാരിന്റെ സർവീസസും ഡിജിറ്റൽ വഴികളിലൂടെ ലഭ്യമാക്കണം. ഓക്കെ, ദെൻ അടുത്തത് നോക്കൂ, ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്. ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ത്യയിൽ ഇലക്ട്രോണിക്സിന്റെ ഉൽപാദനം കൂട്ടുക. ഓക്കെ, കാരണം ഇലക്ട്രോണിക്സ് വഴിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ രീതിയിലുള്ള ഓൺലൈൻ സർവീസസുകളും നമുക്ക് ഇങ്ങനെ ഡിജിറ്റലൈസ്ഡ് ആക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ദെൻ അടുത്തത് നോക്കൂ, IT ഫോർ ജോബ്സ്, അല്ലെ, അതായത് നമ്മൾ ഈ യൂത്തിനെയൊക്കെ IT രംഗത്തേക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കുകയും അവർക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള തൊഴിൽ ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക. ദെൻ ലാസ്റ്റ് വൺ, ഏർലി ഹാർവസ്റ്റ് പ്രോഗ്രാം, അല്ലെ, എന്താ ഇവിടെ പറയുന്നത്? ഉടൻ നടപ്പിലാക്കുന്ന ഏർലി ഹാർവസ്റ്റ് പ്രോഗ്രാം, ഉടൻ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ പദ്ധതികൾ. ഓക്കെ, ദാറ്റ് മീൻസ് ഇപ്പൊ ഇമെയിൽ വഴി ഗവൺമെന്റുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, ഡിജിറ്റൽ സിഗ്നേച്ചർ തുടങ്ങിയവ. ഇതൊക്കെയാണ് 9 പില്ലേഴ്സ് ഓഫ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 9 പില്ലേഴ്സുകളൊക്കെ കൂടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഗവൺമെന്റിന്റെ ആ ഒരു പദ്ധതി, ആ ഒരു പ്രൊജക്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കാം. കീ ഇനീഷ്യേറ്റീവ്സ് ഓഫ് ഡിജിറ്റൽ ഇന്ത്യ. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ള ചില പദ്ധതികൾ. ഓക്കെ, ഡിജിറ്റൽ ഇന്ത്യ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡിജിറ്റൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചില പദ്ധതികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അതിലൊന്നാമത്തതാണ്, ഫസ്റ്റ് പോയിന്റ് ആണ് ഇ-നാം, അല്ലെ, അതായത് ഇ-നാം, അതായത് ഒരു ഇലക്ട്രോണിക് നാഷണൽ, അതായത് ഇ-നാം എന്ന് പറയുമ്പോൾ നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ്, അതായത് ഇലക്ട്രോണിക് നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ്. ഓക്കെ, അതായത് ഇലക്ട്രോണിക് നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ് ആണ് ഇ-നാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടായിരിക്കും അത്? നമ്മൾ പറഞ്ഞു ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇ-നാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അവിടെ തന്നെ നമ്മൾ കാണുമ്പോൾ തന്നെ ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെ. അതുപോലെ തന്നെ മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അഗ്രികൾച്ചറിന്റെ പ്രൊഡക്റ്റിന്റെ, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിന്റെ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഓക്കെ, നോക്കാം നമുക്ക്. ഇ-നാം എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയാണ്. ഓക്കെ, അതായത് ഒരു ഇലക്ട്രോണിക് കാർഷിക വിപണിയാണ് എന്ത് ഇ-നാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റി, അതായത് APMC മീൻസ് ഫുൾ ഫോം അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റിയുമായി ചേർന്ന് ഒരു ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇ-നാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അവിടെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇത് നമ്മുടെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്, അല്ലെ. അതായത് ഇപ്പോ കർഷകർക്ക് ഈ ഒരു പോർട്ടൽ വഴി, നമ്മൾ ഓൾറെഡി പറഞ്ഞത് എന്താണ്, ഒരു പോർട്ടൽ പോലെയാണ്. ഈ ഒരു പോർട്ടൽ വഴി എന്ത് ചെയ്യാൻ പറ്റും? കർഷകർക്ക് അവരുടെ കമ്മോഡിറ്റീസിന്റെ വില എത്രയാണ്,
അല്ലെ? അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ അറിയാൻ പറ്റുന്നു. ഓക്കെ, ദെൻ അതുപോലെ തന്നെ വിൽപ്പനയും വാങ്ങലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിന്റെ ഓൺലൈൻ ഓഫറുകളെ കുറിച്ചിട്ടും പിന്നെ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ഈനാം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കർഷകർക്ക് നേരിട്ട് അവരുടെ ഗുഡ്സിനെ കുറിച്ച്, അവരുടെ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ലഭിക്കുകയാണ്. അപ്പൊ ഒരു തേർഡ് പാർട്ടി വഴി നമ്മൾ ഈ ഒരു ഗുഡ്സ് വിൽക്കുകയാണെങ്കിൽ, ഈ ഒരു പ്രൊഡ്യൂസ് വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പറ്റിക്കപ്പെട്ടേക്കാം. ആ ഒരു തേർഡ് പാർട്ടി വഴിയുള്ള ആ ഒരു നെഗറ്റിവിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോം വഴി കർഷകർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ പ്രൊഡ്യൂസിന്റെ വില എത്രയാണെന്ന് കമ്പയർ ചെയ്യാനും അതേപോലെ തന്നെ അവർക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഫറുകളും കാര്യങ്ങളെ കുറിച്ചിട്ടും അറിയാനും ഒക്കെ സാധിക്കും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് ഈനാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ അടുത്ത് നോക്കൂ, ഫെർട്ടിലൈസർ മോണിറ്ററിംഗ് സിസ്റ്റം. ഫെർട്ടിലൈസർ മോണിറ്ററിംഗ് സിസ്റ്റം, FMS അല്ലെ? FMS എന്ന് പറയുമ്പോൾ ഫെർട്ടിലൈസർ, അതായത് നമുക്ക് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട ഫെർട്ടിലൈസേഴ്സ് അല്ലെ, നമ്മൾ ഈ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് വിതരണം ചെയ്യുന്നുണ്ട്, വളങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അവിടെ നമ്മളിവിടെ ചിലപ്പോ ഈ കർഷകരല്ലാത്തവർ പോലും ചിലപ്പോൾ എന്ത് ചെയ്യും? കർഷകരാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫെർട്ടിലൈസർ ചിലപ്പോൾ യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഇത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു നഷ്ടമായിട്ടുള്ള ഒരു ഏരിയയാണ് അല്ലെ? അതായത് കർഷകരല്ലാത്തവർക്ക് പോലും ഈ ഫെർട്ടിലൈസർ ഫെസിലിറ്റി അവർ അനുഭവിക്കുമ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, കാരണം ഈ ഫെർട്ടിലൈസർ സബ്സിഡി വഴിയാണ്, അല്ലെങ്കിൽ സബ്സിഡി ലഭ്യമാണ് ഈ ഫെർട്ടിലൈസറിന്. ഓക്കെ, അപ്പൊ അത് സബ്സിഡി ആയിട്ട് ഈ ഫെർട്ടിലൈസർ കർഷകർക്ക്, യഥാർത്ഥത്തിലുള്ള കർഷകർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു സേവനം എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ എന്ത് ചെയ്യും? ഞാനൊരു കർഷകനാണ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ ആ ഒരു ഫെർട്ടിലൈസർ യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു സംവിധാനമാണ്, മോണിറ്ററിംഗ് സിസ്റ്റം ആണ് FMC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ? അതായത് ഈ ഫെർട്ടിലൈസർ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് തട്ടിപ്പുകളും മറ്റു മോഷണങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഫെർട്ടിലൈസർ, അതായത് നമ്മുടെ ഫെർട്ടിലൈസർ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതുവഴി എന്ത് ചെയ്യാൻ പറ്റും? ഇത് വഴി ഫെർട്ടിലൈസർ ഒക്കെ നല്ല കറക്റ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് തന്നെ എത്തിക്കുകയും എഫിഷ്യന്റ് ആയിട്ട് ഈ ഫെർട്ടിലൈസറിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് ഒരു ഒരു കീ ഇനീഷ്യേറ്റീവ് ആണ്, ഡിജിറ്റൽ ഇന്ത്യയുടെ ഒരു കീ ഇനീഷ്യേറ്റീവ് ആണ് ഫെർട്ടിലൈസർ മോണിറ്ററിംഗ് സിസ്റ്റം. ദെൻ മൂന്നാമത്തെ നോക്കൂ, സോയിൽ ഹെൽത്ത് കാർഡ്. ഇതെന്താ ഇവിടെ പറയുന്നത്? സോയിൽ ഹെൽത്ത് കാർഡ് 2015 ആരംഭിച്ചത്. അപ്പൊ ഇവിടെ പറയുന്നത് മണ്ണിന്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ ക്വാളിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കർഷകർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണിത് അല്ലെ? അപ്പൊ ഈ ഒരു കാർഡ് വഴി എന്ത് ചെയ്യും? മണ്ണിൽ അടങ്ങിയിട്ടുള്ള സെക്കൻഡറി ന്യൂട്രിയന്റുകളെ കുറിച്ചും മൈക്രോ ന്യൂട്രിയന്റുകളെ കുറിച്ചുമുള്ള വിവരങ്ങളൊക്കെ കർഷകർക്ക് ലഭ്യമാക്കുകയും അവരുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള അനുയോജ്യമായ മണ്ണ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും അതേപോലെ തന്നെ ഏത് മണ്ണിനെ അല്ലെങ്കിൽ ഓരോ മണ്ണിനും അനുയോജ്യമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും ഈ ഒരു പദ്ധതി സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഓർഗാനിക് ഫെർട്ടിലൈസറും ബയോ ഫെർട്ടിലൈസറും എങ്ങനെ ഉപയോഗിക്കാം അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് നോക്കൂ, ജെം അല്ലെ? ജെം എന്ന് പറയുമ്പോൾ അത് അടുത്തൊരു കീ ഇനീഷ്യേറ്റീവ് ആണ്. ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് അല്ലെ? അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്? അതായത് നമ്മൾ gem.government in എന്നുള്ള, അതായത് ആ ഒരു പോർട്ടൽ വഴി ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റിനും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾക്കും മറ്റു പബ്ലിക് സ്ഥാപനങ്ങൾക്കും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ഓൺലൈൻ വഴി വാങ്ങാനുള്ള സൗകര്യം ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് ജെം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുവഴി എഫിഷ്യന്റ് ആയിട്ടും ട്രാൻസ്പെറന്റ് ആയിട്ടും ട്രാൻസാക്ഷൻസ് നടത്താൻ കഴിയും. ഓക്കെ, അപ്പോ ഈ ജെം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു കസ്റ്റമർ, ഗവൺമെന്റ് എന്ത് ചെയ്യാണ്? ഈ
കമ്പനികളുമായിട്ടൊക്കെ ഒരു സൗഹൃദ റിലേഷൻഷിപ്പിൽ അല്ലെ ഏർപ്പെടുകയും ആ പോർട്ടൽ വഴി അവർക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. ഓക്കെ, ദെൻ അടുത്തത് ഡിജി ലോക്കർ. ഡിജി ലോക്കർ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ വിഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്? അതിന്റെ വിഷൻ എന്ന് പറയുമ്പോൾ പേപ്പർലെസ് ഗവേണൻസ് അല്ലെ. അതായത് പണ്ടൊക്കെ നമ്മൾ ഗവൺമെന്റിന്റെ എല്ലാ ഡോക്യുമെന്റുകളും അതുപോലെ തന്നെ മറ്റ് എന്താണ് സർട്ടിഫിക്കറ്റ്സുകളൊക്കെ പേപ്പറുകളിലാക്കിയിട്ടാണ് അല്ലെ, ഓരോരോ ഫയലുകളിലാക്കിയിട്ടൊക്കെയാണ് അല്ലെ. പണ്ടൊക്കെ ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫയലുകളും കാര്യങ്ങളൊക്കെ ഷെൽഫിൽ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ടുണ്ടായിരിക്കും. ഇന്ന് നമുക്ക് അതിന്റെ ആവശ്യമില്ല അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം? ഡിജിറ്റലൈസ്ഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് പേപ്പറിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാണ്? ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് ഡിജി ലോക്കർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ രേഖകളും സർട്ടിഫിക്കറ്റ്സുകളും ഡിജിറ്റൽ രൂപത്തിൽ പുറത്തിറക്കാനും അത് ഡിജിറ്റലൈസ്ഡ് ആയിട്ട് സൂക്ഷിച്ചു വെക്കാനും കഴിയുന്ന ഒരു അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ആണ് ഡിജി ലോക്കർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഇപ്പൊ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ, മാർക്ക് ലിസ്റ്റ്, പാൻ കാർഡ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡിജിറ്റലായി സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ ഡിജിറ്റലായിട്ട് സൂക്ഷിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് എന്തെങ്കിലും വെരിഫിക്കേഷൻ നടത്തണമെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വെരിഫിക്കേഷൻ നടത്താനും ഒക്കെ കഴിയും. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡിജി ലോക്കർ യൂസ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ അടുത്തൊരു ഭാഗമാണ് നമ്മുടെ PMG ദിശ അല്ലെ. അതായത് പ്രധാനമന്ത്രി ഗ്രാമീൺ ഡിജിറ്റൽ സാക്ഷരതാ അഭിയാൻ അല്ലെ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും അത്? അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേരിൽ തന്നെ ഉണ്ട്, ഗ്രാമീൺ അല്ലെ. ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളെ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജികളൊക്കെ അവർക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക അല്ലെ. അവർക്ക് ഡിജിറ്റൽ ബാങ്കിങ്ങിനെ കുറിച്ചിട്ടും ഓൺലൈൻ സർവീസസിനെ കുറിച്ചിട്ടും ഇമെയിൽ ഓർ മൊബൈൽ ആപ്പുകളെ കുറിച്ചിട്ടും ഒക്കെ ട്രെയിനിങ് കൊടുക്കുകയും അത് അവരെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, അപ്പോ ഇങ്ങനെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകളെ നമ്മൾ ഇങ്ങനെ ഡിജിറ്റലി എംപവേർഡ് ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇന്ത്യയുടെ സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുകയുള്ളൂ അല്ലെ. അപ്പൊ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള നോളജ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് PMG ദിശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ അടുത്തത് ഈ ഗ്രന്ഥാലയ അല്ലെ. ഈ ഗ്രന്ഥാലയ അല്ലെ, അതിൽ തന്നെ ഉണ്ട് എന്ത്? ലൈബ്രറിയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, എന്താണ് ഇവിടെ പറയുന്നത്? നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ NIC ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വെബ് ബേസ്ഡ് ലൈബ്രറി മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണെന്ത്? ഈ ഗ്രന്ഥാലയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇത്? ഡിജിറ്റൽ ആയിട്ടുള്ള ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ ലൈബ്രറി സംവിധാനങ്ങൾ ഒരുക്കുന്നതിനെയാണ് നമ്മൾ ഈ ഗ്രന്ഥാലയ എന്ന് പറയുന്നത്. അപ്പൊ അതിലടങ്ങിയിട്ടുള്ള ഓരോ പുസ്തകങ്ങളും ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ അതില് ഈ ഗ്രന്ഥാലയയില് നമ്മൾ അതിലുള്ള ബുക്കുകൾ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ രജിസ്റ്റർ ചെയ്യണം അല്ലെ. അതിലേക്ക് നമ്മളൊരു അംഗത്വം എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട ഒരു വെബ് ബേസ്ഡ് ലൈബ്രറി മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ് ഈ ഗ്രന്ഥാലയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ അതുപോലെ തന്നെ ഉമാങ് അല്ലെ. ഉമാങ് യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ഗവേണൻസ് അല്ലെ. എന്താ ഇവിടെ പറയുന്നത്? പുതിയ കാലഘട്ടത്തിലെ ഏകീകൃത മൊബൈൽ ആപ്പ്, യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ഗവേണൻസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ ഓൾറെഡി എവിടെയോ ഉമാങ്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉമാങ്ക് എന്നത് എന്താണ്? ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഗവൺമെന്റിന്റെ എല്ലാ നാഷണൽ ലെവലിലും അതേപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിലും അതുപോലെ തന്നെ ലോക്കൽ ഗവൺമെന്റിന്റെ എല്ലാ സേവനങ്ങളും ഒരൊറ്റ ആപ്ലിക്കേഷൻ വഴി ഒരൊറ്റ പ്ലാറ്റ്ഫോമിലൂടെ സിറ്റിസൺസിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഉമാങ്കിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ആധാർ, ഡിജി ലോക്കർ, ഇക്രാന്തി തുടങ്ങിയിട്ടുള്ള സർവീസസുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഇന്റഗ്രേഷൻ നടത്തിയിട്ടുണ്ട്, അതായത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതായത് ഈ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സർവീസസും മൊബൈൽ ആപ്പിലൂടെ, വെബ് പോർട്ടലിലൂടെ, SMS വഴിയും IVR വഴിയും ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അടുത്തൊരു ഭാഗമാണ് TDIL അല്ലെ.
TDIL ഫുൾ ഫോം എന്താണ് നോക്കൂ. TDIL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്നോളജി ഡെവലപ്മെന്റ് ഫോർ ഇന്ത്യൻ ലാംഗ്വേജ് അല്ലെ, ലാംഗ്വേജുമായി ബന്ധപ്പെട്ടതാണ്. മറ്റു രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യക്കുള്ള ഒരു ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ഒരു 22ഓളം ഒഫീഷ്യൽ ലാംഗ്വേജ് ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇല്ലേ. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യയിൽ ഉള്ള എല്ലാ ഭാഷകളെയും നമ്മൾ സാങ്കേതിക എന്തെങ്കിലും നമ്മൾ ഡിജിറ്റൽ ടെക്നോളജിയിൽ ഉൾപ്പെടുത്തുക അല്ലെ. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ഭാഷയിലും മലയാളത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കാര്യങ്ങൾ കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. അതായത് ഇപ്പോ അങ്ങനെ ഇന്ത്യൻ ഭാഷകളില് സോഫ്റ്റ്വെയർ ടൂളുകളും അപ്ലിക്കേഷൻസും ഡെവലപ്പ് ചെയ്തെടുക്കുക അല്ലെ. അതേപോലെ തന്നെ ഇവിടെ ഒരു ഭാഷ എന്ന് പറഞ്ഞിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ലാംഗ്വേജിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇടപാടുകളും മറ്റു ഓൺലൈൻ സർവീസസുകളൊക്കെ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് TDIL എന്ന് പറയുന്നത് അല്ലെ. TDILന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ഭാഷകളെയും ഡിജിറ്റൽ ലോകത്തേക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ സിസ്റ്റത്തിലേക്ക് ഉൾപ്പെടുത്തുക എന്നതാണ് TDILന്റെ പ്രധാന ലക്ഷ്യം. ദെൻ അതേപോലെ തന്നെ ലാസ്റ്റ് വൺ NKN എന്ന് പറയുമ്പോൾ എന്താണ്, നാഷണൽ നോളജ് നെറ്റ്വർക്ക്. അതായത് നാഷണൽ NICയുടെ അല്ലെങ്കിൽ NIC ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് എന്ത്, നാഷണൽ നോളജ് നെറ്റ്വർക്ക്. അതായത് ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുകളും അതുപോലെ തന്നെ റിസർച്ച് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അവർ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൈ സ്പീഡ് ഉള്ള ഒരു നെറ്റ്വർക്ക് സംവിധാനങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതായത് നമ്മുടെ സർവകലാശാലകൾ, IITs ഇവയൊക്കെ എന്ത് ചെയ്യാണ്, ഒരൊറ്റ ഡിജിറ്റൽ ശൃംഖലയിൽ കൂട്ടിയിണക്കുന്നു. അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ, നോളജ് തുടങ്ങിയവ എന്ത് ചെയ്യുന്നു, പരസ്പരം കണക്റ്റഡ് ആണ് അല്ലെ. അപ്പൊ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ഈസി ആയിട്ട് ലഭിക്കാൻ തുടങ്ങും അല്ലെ. സ്റ്റുഡൻസിനായാലും അവർക്ക് പഠനാവശ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കാൻ ഈസി ആയിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇനി ഡിജിറ്റൽ ഇന്ത്യയുടെ കുറച്ച് ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗമാണ് സ്റ്റേറ്റ് ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ് അല്ലെ. ഇപ്പൊ ഇവിടെ നമ്മൾ മെജോറിറ്റി ഓഫ് ദി സ്റ്റേറ്റും അതായത് സ്റ്റേറ്റ് ഗവൺമെന്റും അല്ലെ, അതായത് മിക്ക സ്റ്റേറ്റ് ഗവൺമെന്റും എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഇവിടെ സെൻട്രൽ ഗവൺമെന്റിന്റെ സഹായത്തോടെയോ അല്ലാതെയോ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിജിറ്റൽ ടെക്നോളജി അവരുടെ ഭരണകാര്യങ്ങളിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അവയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട 2 സ്റ്റേറ്റുകളുടെ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തതാണ് നമ്മുടെ കേരളത്തിന്റെ അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെ. രണ്ടാമത്തത് ആന്ധ്രാപ്രദേശിലെ റിയൽ ടൈം പെർഫോമൻസ് മോണിറ്ററിംഗ്. ഓക്കെ, ഇൻ ആന്ധ്രാപ്രദേശ്, ഇന്ത്യയിലല്ല ആന്ധ്രയിലുള്ള ഒരു ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ആണ് ഈ ഒരു റിയൽ ടൈം പെർഫോമൻസ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോ ഇവിടെ നോക്കൂ, അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെ, എന്താ നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെ. അതായത് ഇപ്പോ വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗവേണൻസ് പദ്ധതികളിൽ പെടുന്ന ഒരു പദ്ധതിയാണ് അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെ. നമുക്കറിയാം കേരളത്തിലുടനീളം ഏകദേശം 5000 അക്ഷയ കേന്ദ്രങ്ങൾ ഈ സെന്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അല്ലെ. അതായത് ഇപ്പോ ഓരോ 2 മുതൽ 3 കിലോമീറ്റർ ഇടവേളകളിൽ ഓരോ അക്ഷയ കേന്ദ്രങ്ങൾ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അക്ഷയകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെന്റിന്റെ ലേണിംഗ്, ഗവേണൻസ്, ഡിജിറ്റൽ സർവീസസുകൾ എന്നിവ അക്ഷയ വഴി ഈസി ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുവഴി എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരിലേക്കും ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസുകൾ ഡിജിറ്റലൈസ്ഡ് ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും അല്ലെങ്കിൽ എത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള കേന്ദ്രങ്ങളാണ് അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെ. അതേപോലെ തന്നെ നമ്മളുടെ മറ്റൊരു പദ്ധതി, ആന്ധ്രാപ്രദേശിന്റെ മറ്റൊരു പദ്ധതിയാണ് റിയൽ ടൈം പെർഫോമൻസ് മോണിറ്ററിംഗ് ഇൻ ഇന്ത്യ ആന്ധ്രാപ്രദേശ്. അതായത് ഇത് കൊണ്ടുവന്നത് നവംബർ 26, 2017 ഓക്കെ, ഇവിടെ CM ഓഫീസ്
റിയൽ ടൈം എക്സിക്യൂട്ടീവ്, ഡാഷ്ബോർഡ്സ് ഇവയുടെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് എന്താ ഇവിടെ ചെയ്യുന്നത്? ഗവൺമെന്റിന്റെ, അതായത് ആന്ധ്രാപ്രദേശിലെ ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെയും അവരുടെ പദ്ധതികളുടെയും പ്രകടനം വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് അല്ലെ. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് എന്ത്? റിയൽ ടൈം പെർഫോമൻസ് മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റും അവരുടെ ഓരോ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്ഡേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തനങ്ങൾ ഡാഷ്ബോർഡിൽ കാണാനുള്ള സൗകര്യങ്ങൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഓഫീസിന് കാര്യങ്ങൾ നേരിട്ട് തീരുമാനമെടുക്കാനും സാധ്യമാണ്. അപ്പൊ റിയൽ ടൈം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തത്സമയം നിരീക്ഷിക്കാനും അതിന്റെ എഫിഷ്യൻസിയും അതുപോലെ തന്നെ അത് എങ്ങനെയാണ് അതിന്റെ ഭരണങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുമുള്ള ഒരു സംവിധാനമാണ് റിയൽ ടൈം പെർഫോമൻസ് മോണിറ്ററിംഗ് സിസ്റ്റം. അപ്പൊ ഈ രണ്ട് ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ആണ്, ഇ ഗവേണൻസ് ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ആണ് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പൊ ഇത്രയാണ് നമ്മൾ പറയുന്നത് ഇ ഗവേണൻസിനെ കുറിച്ചിട്ടാണ് അല്ലെ. അതായത് ഇ ഗവൺമെന്റ് എന്താണെന്ന് പറഞ്ഞു, ഇ ഗവേണൻസ് എന്താണെന്ന് പറഞ്ഞു അല്ലെ. ഗവൺമെന്റിന്റെ സർവീസസും അതുപോലെ തന്നെ ഇന്ത്യൻ പൗരന്മാരെ ഗവൺമെന്റിന്റെ ഭരണകാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇ ഗവേണൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, അതായത് ഡിജിറ്റൽ ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് ഡിജിറ്റൽ സർവീസസ് ജനങ്ങളിലേക്ക് സ്പീഡായിട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും ഒരു ഡിജിറ്റൽ പാർട്ടിസിപ്പേഷൻ ഗവൺമെന്റും പൗരന്മാരും തമ്മിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ് ഇ ഗവേണൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലായിട്ട് നമ്മൾ ഇ കൊമേഴ്സും ഇ ഗവേണൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള ഇ ഗവേണൻസിന്റെ ഒരു എവല്യൂഷൻ സ്റ്റേജുകളെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിജിറ്റൽ ഇന്ത്യ. ഓക്കെ.